Hello everyone. നമ്മുടെ JEE Main ഫസ്റ്റ് ഫേസ് നമ്മുടെ ജനുവരി സെക്ഷൻ ഓൾറെഡി തന്നെ കഴിഞ്ഞിരിക്കുകയാണ് 2024. അപ്പോൾ അതിൻ്റെ റിസൾട്ട്സ് ഒക്കെ പബ്ലിഷ് ചെയ്ത് വന്നു. അപ്പോൾ ആ പേപ്പറിൻ്റെ ഡിഫറെൻ്റ് ഒത്തിരി 5 ദിവസങ്ങളായിട്ട് 10ഓളം ഷിഫ്റ്റിലാണ് ആ പരീക്ഷ നടത്തിയത്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനകത്തുള്ള ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസും അതിൻ്റെ പോലെ തന്നെ ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് നമ്മളതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്ന തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വർഷം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഇനി അടുത്ത് നെക്സ്റ്റ് ഒരു സെക്കൻഡ് ഫേസ് ഉണ്ടല്ലോ ഏപ്രിൽ, അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഒരു ഇൻസൈറ്റ് നമുക്ക് കിട്ടാനായിട്ട് വേണ്ടിയുള്ള ഡിസ്കഷൻ സീരീസിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. അപ്പോഴേ ഞാനിപ്പോൾ ആദ്യത്തെ ദിവസത്തെ, അതായത് ഫസ്റ്റ് ഡേ നമ്മൾ എക്സാം തുടങ്ങി, എനിക്ക് തോന്നുന്നു 24th ആണെന്ന് തോന്നുന്നു, 24th of January മോർണിംഗ് ഷിഫ്റ്റിലെ ഫിസിക്സ് ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഈസി ആയൊരു പേപ്പറായിരുന്നു അത്. നമുക്ക് എല്ലാ വർഷവും വരുന്ന പോലെ അത്ര ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ഒന്നും ഈ വർഷം കണ്ടില്ല. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവും. പരീക്ഷകൾ എപ്പോഴും അങ്ങനെയാണല്ലോ, കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ പരീക്ഷകൾ വരണം നിർബന്ധം. ചിലപ്പോൾ അത് ടഫ് ആവും, ചിലപ്പോൾ അത് ഈസി ആവും, ചിലപ്പോൾ അത് ആവറേജ് ആവും. ഏതായിരുന്നാലും നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസും ഒക്കെ അങ്ങനെയാണ്, നിങ്ങൾക്കറിയാം. ചിലപ്പോൾ എല്ലാ ദിവസവും ഹാർഡ് സിറ്റുവേഷനൊന്നും ആയിരിക്കില്ല. ലൈഫിൽ എപ്പോഴും നമ്മൾ ഹാർഡ് സിറ്റുവേഷൻസ് ഒന്നും ഫേസ് ചെയ്യണമെന്നില്ല. നമ്മൾ കൂടുതലും ആവറേജ് അല്ലെങ്കിൽ ഈസി സിറ്റുവേഷൻസ് ആണ് ലൈഫിൽ കൂടുതലും ടാക്കിൾ ചെയ്ത് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മളിപ്പോൾ ഹാർഡ് സിറ്റുവേഷൻസ് മാത്രമേ ഫേസ് ചെയ്യുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും ആർക്കും പാടില്ല. സോ ഇഫ് ദ എക്സാമിനേഷൻ ഈസ് ഈസി, ലെറ്റ് ഇറ്റ് ബി ഈസി ആൻഡ് യു സ്കോർ മോർ. അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ പരീക്ഷ കുറച്ചുകൂടെ ടഫായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ സ്കോർ ചെയ്തേനെ, അങ്ങനെയുള്ള ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഒന്നും പ്രാക്ടിക്കൽ ലൈഫിൽ ഒരിക്കലും വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് അല്ല. നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് ബിടെക്കിന് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ സിറ്റുവേഷനും നിങ്ങളെ ചലഞ്ച് ചെയ്യണമെന്നുമല്ല. അപ്പോൾ ഇതെനിക്ക് ചലഞ്ചിങ് ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ചെയ്യുന്നില്ല എന്നുള്ള ഇതെടുക്കാൻ പറ്റില്ല. കാരണം മോസ്റ്റ് ഓഫ് ദി ലൈഫ് സിറ്റുവേഷൻസ് ആർ സിമ്പിൾ ആൻഡ് ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കേസുകൾ നമുക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നേരിടേണ്ടി വരും, പരീക്ഷകൾ നേരിടേണ്ടി വരും. പരീക്ഷ എളുപ്പമാണെങ്കിൽ നിങ്ങൾ 300 സ്കോർ ചെയ്യും, ഫുൾ സ്കോർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പെർസെൻറ്റേജ് വളരെ ഹൈ ആയിട്ട് തന്നെ വന്നോളൂ. അപ്പം ഏതായാലും നമുക്ക് ഫസ്റ്റ് പേപ്പറിനകത്തുള്ള കാര്യങ്ങളിലേക്ക് പോവാം. സോ ഫസ്റ്റ് സെക്ഷനിലെയാണ്. അപ്പോൾ സെക്ഷൻ എ 2 സെക്ഷൻസ് ആയിട്ടാണ്. അതിൽ ഫസ്റ്റ് സെക്ഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. നോക്കും. Position of an ant s in meters moving in the yz plane is given by s equal to 2t square I j cap plus 5 k cap, where t is in second. The magnitude and direction of velocity of the ant at t equal to 1 second will be. Okay. അപ്പോൾ നമ്മുടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. കണ്ട, പൊസിഷൻ ടൈം റിലേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ തന്നിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു പ്രയാസമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് ds/dt ആണ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വെലോസിറ്റി വെക്ടർ കിട്ടും. അപ്പോൾ ആ തന്നിരിക്കുന്ന എസിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 2t square j cap. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 4t j cap വരും. അടുത്ത 5k ആകുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റി ആണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ശരിയല്ലേ? യെസ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. t equal to 1 second ആകുമ്പോൾ നമുക്കറിയാം ദ വെലോസിറ്റി വെക്ടർ വിൽ ബി 4 into 1, that is 4 j cap. So the answer is very ready. It's 4 meter per second in the y direction. Okay. So very direct question from the kinematics topic ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. meter per second in y direction is our answer. Okay. Yes. 4 meter per second in y direction is our answer. Okay. Yes. Next question like voila. Yes. So this is based on what we called first year la thana mechanical properties innulla oru question aanu alle. Question number 32. Nokku. Viscosity of gases is greater than that of liquids ആണ്. Viscosity of gases is greater than that of liquids. അത് തെറ്റാണ്, നിങ്ങൾക്കറിയാം. വിസ്കോസിറ്റി ലിക്വിഡ്സിനാണ് കൂടുതൽ, ഗ്യാസസിനെക്കാളും. വിസ്കോസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് ഒരു ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഫ്ലൂയിഡിൻ്റെ ലെയേഴ്സിൻ്റെ മോഷൻ ഒപ്പോസ് ചെയ്യാനുള്ള നൈബറിംഗ് ലെയേഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഇതിനെ ആലോചിച്ചാൽ തന്നെ അറിയാം, ഗ്യാസസിനകത്ത് മൂവ്മെൻറ്റ് കുറച്ചുകൂടെ ഈസിയാണ് കമ്പയർഡ് ടു ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിസ്കോസിറ്റി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത് ലെസർ ദാൻ ദാറ്റ് ഓഫ് ലിക്വിഡ്സ് ആണ്. ദാറ്റ്സ് വൈ ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫൗണ്ട് ടു ബി റോങ്. ഈ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി തെറ്റാണ്. Second statement, surface tension of liquid decreases due to the presence of insoluble impurities. Correct ആണ്. Insoluble impurities like soap, പാരഫിൻ, ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ വാട്ടറിലേക്ക് അല്ലെങ്കിൽ വാട്ടറിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് തന്നെ തീർച്ചയായിട്ടും
കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതേസമയം ഈ സോലിബിൾ ഇമ്പ്യൂരിറ്റീസ് ആണ്, ഇപ്പോൾ സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ പോലുള്ള സോലിബിൾ ഇമ്പ്യൂരിറ്റീസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുക, സർഫസ് ടെൻഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ്. അതായത് ഈ സെക്കൻഡ് ഓപ്ഷനാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ അല്ലേ? യെസ്. It's again a very simple question. Now let us move on to the next question. നേരെ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് പോയിരിക്കുന്നു from the ray optics chapter, and it is also a very direct question. If the refractive index of the material of a prism is cot A/2, where A is the angle of the prism, then the angle of minimum deviation will be. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇക്വേഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഒരു പ്രിസം എയറിൽ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ എന്ന് പറയുന്നത് സൈൻ എ പ്ലസ് ഡി ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2 ആണ്. എല്ലാവർക്കും അറിയില്ല, എ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ദ പ്രിസം, ഡി എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആണ്. ശരിയല്ലേ? ഓക്കെ. ഇതിൽ മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് കോട്ട് എ ബൈ 2 ഈക്വൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. കോട്ട് എ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോട്ട് എ ബൈ 2 cot A by 2 equal to sin A plus D by 2 divided by sin A by 2. ഇനി നമുക്കറിയാമല്ലോ, cot A by 2 നമുക്ക് cos A by 2 divided by sin A by 2 എന്ന് കൊടുക്കാം. That's equal to sin A plus D by 2 divided by sin A by 2. sin A by 2 രണ്ട് സൈഡിലും ക്യാൻസൽ ആയി. അപ്പോൾ കോസ് എ ബൈ 2 ഈക്വൽ സൈൻ എ പ്ലസ് ഡി ബൈ 2 എന്ന് വരുന്നു. അപ്പോൾ ഈ കോസ് നമുക്ക് സൈൻ ആക്കാം. അപ്പോൾ സൈൻ 90 മൈനസ് തീറ്റയാണ് കോസ് തീറ്റ. അപ്പോൾ സൈൻ 90 മൈനസ് എ ബൈ 2 ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി ബൈ 2. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ നോക്കൂ, 90 മൈനസ് എ ബൈ 2 ഈക്വൽ ടു എ പ്ലസ് ഡി ബൈ 2. സോ നാച്ചുറലി വെരി ക്ലിയർ. നോക്കൂ, 180 മൈനസ് എ is equal to a plus d വരും. അപ്പോൾ d equal to എത്ര വരും? 180 minus 2a. It's a very direct and simple question. Just mathematically അതിനെ ഡീൽ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. So the first option is the answer. ശരിയല്ലേ? വളരെ ഡയറക്റ്റ്, ഒരു ഇക്വേഷൻ ബേസ്ഡ് ആണ്, വേറെ ഒന്നും അറിയണ്ട, ജസ്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യണം. ഓക്കെ, യെസ്. So the next question is from the chapter moving charges and magnetism ആണ്. 34 നോക്കും. A proton moving with a constant velocity passes through a region of space without any change in velocity. If E and B represents the electric and magnetic field respectively, then the region of space may have. ഇത് വളരെ ഈസിയാണ്. അതൊക്കെ എല്ലാവർക്കും മൂവിങ് ചാർജസ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നോക്കൂ, ഒരു റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എക്സിസ്റ്റ് ചെയ്യുന്നു. അതിലൂടെ ഒരു ചാർജ്, ഒരു പ്രോട്ടോൺ ആണ്. ആ പ്രോട്ടോൺ മൂവ് ചെയ്യുന്നത് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെലോസിറ്റി ഒരു വെക്ടറാണ്. അപ്പം അതിൻ്റെ വാല്യൂവും ഡയറക്ഷനും ചേഞ്ച് ചെയ്യാൻ പാടില്ല. വെലോസിറ്റി ഒരു വെക്ടറാണ്, ഡയറക്ഷനും വാല്യൂ സെയിം ആണെങ്കിൽ മാത്രമേ അത് കോൺസ്റ്റന്റ് ആണ് നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. മാത്രമല്ല നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ചാർജസിനെ അഫക്റ്റ് ചെയ്യാൻ കഴിവുള്ളതാണ് അല്ലേ? ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു ചാർജ് ക്യൂ എൻ്റർ ചെയ്യുമ്പോൾ അതിൽ QE എന്നൊരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ സെയിം ആയിരിക്കും, ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. പിന്നെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൽ QVB സൈൻ തീറ്റ എന്നൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ലോറൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ആണ് QVB സൈൻ തീറ്റ. അപ്പോൾ അതും നമുക്ക് തീറ്റയുടെ വാല്യൂ അനുസരിച്ച് ഫോഴ്സിൻ്റെ ഡയറക്ഷൻസ് മാറുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇങ്ങനെ ഒരു പ്രോട്ടോൺ എന്ന് പറയുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു റീജിയൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിലൂടെ പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കറിയാം ആക്സലറേഷൻ ഇല്ല, നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 വരുന്ന കേസുകൾ ഏതൊക്കെ വരാമെന്നുള്ളതാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കണ്ടോ, E = 0, B = 0. അപ്പോൾ രണ്ടും ഇല്ല, ഇലക്ട്രിക് ഫീൽഡും ഇല്ല, മാഗ്നറ്റിക് ഫീൽഡും ഇല്ല. പിന്നെ ആര് ഫോഴ്സ് ഉണ്ടാക്കാൻ? അതുകൊണ്ട് എന്ത് വന്നാലും നമുക്ക് അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ പറ്റും. A can be a possibility. Now B, E = 0 and B not equal 0. ആ കേസിലും ഇത് പോസിബിൾ ആണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ കേസിൽ E = 0 എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫോഴ്സ് 0 ആണ്. അപ്പം ആ പ്രോട്ടോൺ ഇലക്ട്രിക് ഫോഴ്സ് വരത്തില്ല. ഇനി മാഗ്നറ്റിക് ഫീൽഡ് നോൺ 0 ആണ്, ശരിയല്ലേ? അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് ഇലക്ട്രിക് ഫോഴ്സ് F = QE 0 വരും. അപ്പം അതുവഴി വെലോസിറ്റി ചേഞ്ച് വരില്ല. ഇനി മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് അത് QVB സൈൻ തീറ്റയാണ്. നിങ്ങൾ സപ്പോസ് തീറ്റ 0 അല്ലെങ്കിൽ 180 ആണ് വരുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സും 0 വരില്ലേ? അങ്ങനെ ആയിക്കൂടെ?
അതായത് തീറ്റ എന്താണ്? ചാർജിൻ്റെ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റിക്കും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനും ഡയറക്ഷൻസിനിടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. ആ തീറ്റ 0യോ 180യോ വന്നാൽ മാഗ്നറ്റിക് ഫോഴ്സ് 0 ആകും. അപ്പോൾ അങ്ങനെ വരുന്നൊരു കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ പോലും മൂവിങ് ചാർജിൽ ഫോഴ്സ് ആക്ട് ചെയ്യത്തില്ല. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി മാറത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ഈസ് ഓൾസോ എ പോസിബിലിറ്റി. നൗ സി ഇ നോട്ട് ഈക്വൽ 0. ഇ നോട്ട് ഈക്വൽ 0. ഇ നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ എന്ത് വന്നാലും ഇലക്ട്രിക് ഫോഴ്സ് വരും. ഇലക്ട്രിക് ഫോഴ്സ് വന്നാൽ ബോഡി ആക്സലറേറ്റ് ചെയ്യും, തീർച്ചയായിട്ടും അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് സി വരാൻ ചാൻസ് ഇല്ല. പിന്നെ വരുന്നത് ഡി, ഇ നോട്ട് ഈക്വൽ 0, ബി നോട്ട് ഈക്വൽ 0. അതിൽ പോസിബിലിറ്റി ഉണ്ട്. എന്താണെന്നറിയോ? ഇപ്പോൾ ആലോചിച്ച് നോക്കും, ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യാണ്. സപ്പോസ് ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യാണ്, ക്യൂ ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പോൾ അത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് വരുന്നു. സപ്പോസ് ഇലക്ട്രിക് ഫോഴ്സ് ഇങ്ങനെയും മാഗ്നറ്റിക് ഫോഴ്സ് ഇങ്ങനെയും വരാമല്ലോ. കാരണം ഇവിടെ രണ്ടുമുണ്ട്. ഇലക്ട്രിക് ഫീൽഡും 0 അല്ല, മാഗ്നറ്റിക് ഫീൽഡും 0 അല്ല. അപ്പോൾ ബോത്ത് ആർ പ്രസന്റ്. പക്ഷേ അവർ ഈ ചാർജിൽ ഉണ്ടാക്കുന്ന ഫോഴ്സസിൻ്റെ ഡയറക്ഷൻസ് ഇങ്ങനെ ഓപ്പോസിറ്റ് വരികയും അതിൻ്റെ വാല്യൂ ഈക്വൽ വരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാം. നിങ്ങൾ മൂവിങ് ചാർജിലെ വെലോസിറ്റി സെലക്ടർ എന്ന് പറയുന്ന ഒരു അറേഞ്ച്മെന്റ് പഠിക്കുന്നുണ്ട്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയറക്ഷനിലേക്ക് ചാർജിനെ മൂവ് ചെയ്യിച്ചാൽ വേണമെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും കൂടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന് ക്യാൻസൽ ചെയ്ത് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാം. അപ്പോൾ ആ കേസിലും നമുക്ക് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താം. അപ്പോൾ ഡി ഓപ്ഷനും ഇവിടെ പ്രാക്ടിക്കലി പോസിബിൾ ആണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ തേർഡ് ഓപ്ഷൻ ആണ്. എ കറക്റ്റ് ആവാം, ബി കറക്റ്റ് ആവാം, ഡി കറക്റ്റ് ആവാം. വെരി ഈസി. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 35. കണ്ടോ, വീണ്ടും ഫസ്റ്റ് ഇയറിലേക്ക് വരുന്നു. ഗ്രാവിറ്റേഷൻ. The acceleration due to gravity on the surface of the earth is g. If the diameter of earth reduces to half, diameter half and radius half I, and the mass remains constant, then the acceleration due to gravity. One of the easiest question. എല്ലാവർക്കും അറിയാം, എർത്തിൻ്റെ സർഫസിൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി gm/സ്ക്വയർ ഓഫ് റേഡിയസ് ആണ്. ഈ റേഡിയസ് ഹാഫ് ആവുകയാണെങ്കിൽ ക്ലിയർ അല്ലേ? ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റേഡിയസിൻ്റെ സ്ക്വയറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പോൾ മാസിന് ചേഞ്ച് ഇല്ല. അപ്പോൾ റേഡിയസ് ഹാഫായി മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജി എത്ര ടൈംസ് ആയിട്ട് മാറും? 4 ടൈംസ് ആയിട്ട് മാറും. ശരിയല്ലേ? ഓക്കെ, ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അഗെയിൻ ദ ആൻസർ ഈസ് 4g ആണ്. ഓക്കെ, യെസ്, വെരി ഈസി ക്വസ്റ്റ്യൻ. Now the next one, question number 36. A train is moving with a speed of 12 meters per second on rails which are 1.5 meters apart. To negotiate a curve of radius 400 meters, the height by which the outer rail should be raised with respect to the inner rail. ഈ ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്സ്, ബാങ്കിങ് ഓഫ് റോഡ്സ് എന്നൊക്കെ പറയുന്ന ഐഡിയ വെച്ചാണ് ഈ ക്വസ്റ്റ്യൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്. അതായത് നമുക്കറിയാം, ഈ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് റോഡിൻ്റെ ഔട്ടർ ലെയർ ഇന്നർ ലെയറിനെക്കാളും കുറച്ച് ഹൈറ്റിലാണ് നിർമ്മിക്കുന്നത്. അറ്റ് കർവ്സ് റോഡ് നിർമ്മിക്കുമ്പോൾ, വളവുകൾ വരുമ്പോൾ ഔട്ടർ ലെയർ ഇന്നർ ലെയറിനെക്കാളും കുറച്ച് ഹൈറ്റ് നിർമ്മിക്കും. അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കുമ്പോൾ കർവ് വരുന്ന സിറ്റുവേഷൻസിൽ ഔട്ടർ റെയിൽ ഇന്നർ റെയിലിനെക്കാളും അല്പം ഹൈറ്റിലായിരിക്കും നിർമ്മിക്കുക. അതിനെയാണ് ഈ ബാങ്കിങ് ഓഫ് റോഡ്സ് എന്നും ബാങ്കിങ് ഓഫ് റെയിൽവേ ട്രാക്സും എന്നൊക്കെ പറയുന്നത്. വളരെ സിമ്പിളായൊരു കാര്യമാണ്. നോക്കൂ, നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ ഇന്നർ ലെയർ എങ്കിൽ, ഇതാണ് അതിൻ്റെ ഔട്ടർ ലെയർ എങ്കിൽ, നോക്കൂ, ശരിക്കും പ്ലെയിൻ ആണെങ്കിൽ ഇങ്ങനെ വേണം വരാൻ. കണ്ടോ, റോഡ് ഹൊറിസോണ്ടൽ ആൻഡ് പ്ലെയിൻ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ കണ്ടോ, ഔട്ടർ ലെയർ ഇന്നർ ലെയറും ഒരേ ഹൊറിസോണ്ടൽ ലെവലിൽ വേണം വരാൻ. പക്ഷെ റിയാലിറ്റിയിൽ അങ്ങനെയല്ല. ശരിക്കും ഈ ഔട്ടർ ലെയർ കണ്ടോ, ഇന്നർ ലെയറിനെക്കാളും കുറച്ച് ഹൈറ്റിലായിരിക്കും നിർമ്മിച്ചിരിക്കുക. കണ്ടോ, ഇതാണ് ആ ഹൈറ്റ്. കണ്ടോ, ദ ഹൈറ്റ് ഓഫ് ദ ഔട്ടർ ലെയർ അല്ലെങ്കിൽ ദ പൊസിഷൻ ഓഫ് ദ ഔട്ടർ ലെയർ ഈസ് എച്ച് അബവ് ദ ഇന്നർ ലെയർ ആണ്. എച്ച് അബവ് ദ ഇന്നർ ലെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ബാങ്കിങ് പ്രൊവൈഡ് ചെയ്തതായിട്ട് നമ്മൾ പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റോഡ് അപ്പിയർ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ റെയിൽവേ ട്രാക്ക് അപ്പിയർ ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ചരിഞ്ഞിട്ടാണ്. ഇതാണ് നമ്മൾ പറയുന്നത് ബാങ്കിങ്. ഔട്ടർ ലെയർ ഈസ് സം ഹൈറ്റ് എബവ് എന്താണ് ദ ഇന്നർ ലെയർ ആണ്. മനസ്സിലായില്ലേ? യെസ്, ദാറ്റ്സ് ഐഡിയ. ഇതാണ് ആ വിഡ്ത്ത് ഓഫ് ദ റോഡ് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ദ റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത്. ഡി ആണല്ലോ. യെസ്, ഇതാണല്ലോ ബാങ്കിങ് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. യെസ്, നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബാങ്കിങ് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റോഡിൽ അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ സേഫായിട്ട് ടേൺ തിരിഞ്ഞു പോകുന്നതിന് അവിടെ വെലോസിറ്റിക്ക് ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? ഈ മൂവ് ചെയ്യുന്ന ട്രെയിനിൻ്റെ വെലോസിറ്റി വി ആണെങ്കിൽ, സേഫ് വെലോസിറ്റി വി ആണെങ്കിൽ, ടാൻ തീറ്റ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി എന്നൊരു ഇക്വേഷനുണ്ട്. വി എന്ന് പറയുന്ന ട്രെയിനിൻ്റെ സേഫ് വെലോസിറ്റി ആണ്, ആർ എന്ന് പറയുന്ന കർവിൻ്റെ റേഡിയസ് ഓഫ് കർവച്ചർ ആണ്, ജി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി ഇതേ ഫിഗർ ചെയ്യുന്ന ടാൻ തീറ്റ എടുത്താൽ അത് h/d എന്നും വരും. h എന്താണ്?
ഹൈറ്റ് ഓഫ് ദി ഔട്ടർ ലെയർ അബവ് ദി ഇന്നർ ലെയർ ആണ്. ഡി എന്ന് പറയുന്ന വിഡ്ത്ത് ഓഫ് ദ റെയിൽവേ ട്രാക്ക് അല്ലെങ്കിൽ റോഡാണ്. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തോടെ. അപ്പോൾ നോക്കൂ, h/d ഈസ് ഈക്വൽ ടു v²/rg. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. നേരിട്ട് ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന ഒരു കുട്ടി, നന്നായിട്ട് തിയറി പഠിച്ചിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ ആദ്യമേ തന്നെ ഈ ഇക്വേഷൻ എഴുതും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പരീക്ഷാ ഹാളിൽ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്ട്ലി തന്നെ h/d = v²/rg എന്ന് എഴുതും. ഇതിൽ നമുക്ക് ഈ h എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. കണ്ടോ, ദ ഹൈറ്റ് ബൈ വിച്ച് ദ ഔട്ടർ ലെയർ ഷുഡ് ബി റൈസ്ഡ് അബവ് ദ ഇന്നർ ലെയർ. h എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഡി ഉണ്ട് 1.5 മീറ്റർ, വി ഉണ്ട് 12 മീറ്റർ പെർ സെക്കൻഡ്, ആർ ഉണ്ട് 400 മീറ്റർ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. h / 1.5 ഈസ് ഈക്വൽ ടു v² will be 12² divided by r is 400 into g10. കണ്ടോ, അപ്പോൾ h ഒഴികെയുള്ള എല്ലാ ക്വാണ്ടിറ്റികളും ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എച്ചിൻ്റെ വാല്യൂ കിട്ടും. ഇത് ചെയ്യുമ്പോൾ h = നമുക്ക് 5.4 സെൻറ്റിമീറ്റർ എന്നാണ് ആൻസർ കിട്ടും. ഓക്കെ, ദാറ്റ്സ് ആൻസർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. 5.4 സെൻറ്റിമീറ്റർ ഇസ് ദ ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. So moving on to the next question. It's a very simple question. കണ്ടോ, ഏറ്റവും സിമ്പിൾ ആയുള്ള ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. ഈ തന്നിരിക്കുന്ന ഡയോഡ്സ് അറേഞ്ച്മെന്റിൽ ഏതാണ് റിവേഴ്സ് ബയസ്ഡ് എന്നാണ് ആക്ച്വലി ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കും, വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് ഈസ് റിവേഴ്സ് ബയസ്ഡ് ആണ്. ഇതിൽ ഏതാണ് റിവേഴ്സ് ബയസ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഡയോഡ് റിവേഴ്സ് ബയസ് ചെയ്യണമെങ്കിൽ അതിന്റെ പി എന്ന് പറയുന്ന നെഗറ്റീവ് പൊളാരിറ്റിയിലും എൻ അല്ലെങ്കിൽ പി എന്ന് പറയുന്ന ലോവർ പൊട്ടൻഷ്യലിലും എൻ എന്ന് പറയുന്ന ഹയർ പൊട്ടൻഷ്യലും ആവണം. എന്നാൽ മാത്രമേ ഇതിൽ എന്ത് വരത്തുള്ളൂ, റിവേഴ്സ് ബയസ് വരത്തുള്ളൂ. നിങ്ങൾ നോക്കൂ, ഈ കേസിൽ P2 ആണ്, +2. ഇവിടെ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് 0 ആണ്. അപ്പോൾ ഹയർ പൊട്ടൻഷ്യൽ പി സൈഡാണ്. അപ്പോൾ ഇതല്ല. സെക്കൻഡ് ഓപ്ഷനിലൊക്കെ ഉണ്ടോ, പി കണക്ട് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ടിലേക്ക്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ 0 ആണ്. എന്നാൽ എൻ കണക്ട് ചെയ്തിരിക്കുന്ന -5 നെഗറ്റീവിലേക്കാണ്, ലോവർ പൊട്ടൻഷ്യലാണ്. അപ്പോൾ അതുമല്ല. ഇതിൽ കണ്ടോ, പി എന്ന് പറയുന്ന +2, എൻ എന്ന് പറയുന്ന -10. അപ്പോൾ ഇവിടെയും പി തന്നെയാണ് ഹയർ പൊട്ടൻഷ്യൽ. അപ്പോൾ അതുമല്ല. ആൻസർ ഓപ്ഷൻ 4 നോക്കൂ. പിയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന +2 ആണ്. എന്നാൽ എന്നിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന +4 ആണ്. അപ്പോൾ പി ലോവർ പൊട്ടൻഷ്യലും എൻ ഹയർ പൊട്ടൻഷ്യലും അത് റിവേഴ്സ് ബയസ് ആണ്. അപ്പോൾ നാച്ചുറലി ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരുപക്ഷെ എല്ലാവരും 100 പേരും എഴുതിയിട്ടുണ്ടാവും. ഇതിന് എല്ലാ കുട്ടികളും ആൻസർ ചെയ്തിരിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. Identify the physical quantity that cannot be measured using a sperometer. ഈ സ്പെറോമീറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി അത് ശരിക്കും നമ്മൾ ഈ സ്ക്രൂ ഗേജ് പഠിക്കുന്നില്ലേ, സ്ക്രൂ ഗേജ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെർനിയർ സ്ക്രൂ ഗേജ് ഒക്കെ പഠിക്കുന്നുണ്ട്. സ്ക്രൂ ഗേജ് പോലുള്ളൊരു അപ്പാരറ്റസ് ആണ് ഈ സ്പെറോമീറ്റർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കേരളത്തിലുള്ള ലാബുകളിലൊന്നും ഈ സ്പെറോമീറ്റർ എക്സ്പെരിമെൻ്റ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ ചിലപ്പോൾ പുറത്തൊക്കെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ അത് ചെയ്യുന്നുണ്ടാവും. സ്പെറോമീറ്റർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ സ്ക്രൂ ഗേജിൻ്റെ ഉപയോഗം തന്നെയാണ് സ്പെറോമീറ്റർ എന്നുള്ളത്. അതായത് സ്ക്രൂ ഗേജിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു തിക്നെസ് ഓഫ് ദി ഗ്ലാസ് പ്ലേറ്റ് കണ്ടുപിടിക്കാനും അങ്ങനെയൊക്കെയുള്ള വളരെ തിക്നെസ് കുറഞ്ഞ ബോഡികളുടെ അതൊക്കെ കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉപയോഗം, ഈ സ്ക്രൂ ഗേജിൻ്റെ ഉപയോഗം തീർച്ചയായിട്ടും സ്പെറോമീറ്ററിനുണ്ട്. അതിനൊപ്പം തന്നെ ഈ കർവ്ഡ് സർഫസുകളുടെ റേഡിയസ് ഓഫ് കർവച്ചർ കണ്ടുപിടിക്കാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. കർവ്ഡ് സർഫസുകളുടെ റേഡിയസ് ഓഫ് കർവച്ചർ കണ്ടുപിടിക്കാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മിററോ അല്ലെങ്കിൽ ഒരു ലെൻസോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും തന്നിട്ട്, അല്ലെങ്കിൽ ഒരു കോൺകേവോ കോൺവെക്സോ സർഫസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ ആ ഒരു റേഡിയസ് ഓഫ് കർവച്ചർ നിങ്ങളോട് മെഷർ ചെയ്യാൻ പറയുകയാണ്, അല്ലെങ്കിൽ ചില മെനിസ്കസ് ടൈപ്പ് സർഫസുകൾ തന്നിട്ട് അതിൻ്റെ റേഡിയസ് ഓഫ് കർവച്ചറൊക്കെ മെഷർ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഈ സ്പെറോമീറ്റർ യൂസ്ഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേഡിയസ് ഓഫ് കർവച്ചർ ഓഫ് ദ കോൺകേവ് സർഫസ്, തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്സ്, റേഡിയസ് ഓഫ് കർവച്ചർ ഓഫ് ദ കോൺവെക്സ് സർഫസ്, ഇതൊക്കെ ഇത് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. ഈ സെക്കൻഡ് ഓപ്ഷൻ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് ലിക്വിഡ്സ്. ഈ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് ലിക്വിഡ്സ് എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. ശരിക്കും നിങ്ങൾ സെക്കൻഡ് ഇയറിൽ വേവ് ഒപ്റ്റിക്സ് എന്നുള്ള ചാപ്റ്ററിൽ പോളറൈസേഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോളറൈസേഷനുമായി ബന്ധപ്പെടുത്തി ഒപ്റ്റിക്കലായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന എന്താണ് സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് തീർച്ചയായും സ്പെറോമീറ്റർ വെച്ച് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ 2 ആണ് തെറ്റായ. മനസ്സിലായല്ലോ? അപ്പോൾ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 39. 2 blocks of mass 4g and 25g are moving with equal kinetic energies. The ratio of their linear momentum. Easiest question. കാരണം ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് √2m × കൈനറ്റിക് എനർജിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ രണ്ട് ബോഡികളുടെയും കൈനറ്റിക് എനർജി ഈക്വൽ ആണ്, മാസസ് ആണ് ഡിഫറെൻറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് മാസസിൻ്റെ റേഷ്യോ ആയിരിക്കും, m1/m2. ദറ്റ് ഈസ് √m1 എത്രയാണ്? 4 ആണ്. m2 എത്രയാണ്? 25 ആണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 2/5 എന്ന് ആൻസർ വരും. ഏറ്റവും ഈസി. ഇതും എല്ലാ കുട്ടികളും ചെയ്തിട്ടുണ്ട്.
So the option 3 is the answer. 2:5 is the answer for this particular question. Clear alle? Yes. Next question, 40. 0.08 kilogram of air is heated at a constant volume through 5 degrees Celsius. The specific heat of air at a constant volume is 0.17 kilocalorie per kilogram per degree Celsius and J equal to 4.18. The change in internal energy is approximately. എല്ലാവർക്കും അറിയാം ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, സാധാരണഗതിയിൽ നമ്മൾ ഡെൽറ്റ യു എടുക്കുന്ന സമയത്ത് NCV ഡെൽറ്റ ടി എന്നാണ് സാധാരണ എടുക്കാറുള്ളത്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്, CV എന്ന് പറയുന്നത് മോളാർ സ്പെസിഫിക് ഹീറ്റ് ആണ്, ഡെൽറ്റ ടി ഇസ് ദ റൈസിങ് ടെമ്പറേച്ചർ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് നമ്മുടെ എയർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ പോലും അത് മാസ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാസിനെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് M × S × ഡെൽറ്റ ടി എന്നുള്ള ഇക്വേഷൻ എടുത്താലും മതി. എസ് എന്ന് പറയുന്നത് സ്പെസിഫിക് കപ്പാസിറ്റി ആണ് അല്ലേ. അപ്പോൾ ഒന്നുകിൽ NCV ഡെൽറ്റ ടി എടുക്കാം, അത് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്, അല്ലെങ്കിൽ MS ഡെൽറ്റ ടി എടുക്കാം, അത് മാസിന്റെ ടൈമിൽ. എസ് എന്ന് പറയുന്നത് സ്പെസിഫിക് കപ്പാസിറ്റി ആണ്. ഇവിടെ മാസ് 0.08 ആണ്, ശരിയല്ലേ, കിലോഗ്രാം. പിന്നെ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണ്. ദ സ്പെസിഫിക് ഓഫ് എയർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈസ് ദിസ് വൺ 0.17. അപ്പോൾ 0.17 എടുത്തിട്ട് കിലോ കലോറിയാണ്. അപ്പോൾ കിലോ ആകുമ്പോൾ സ്വാഭാവികമായും 10⁻³ എടുക്കണം. പിന്നെ കലോറിയെ ജൂൾ ആക്കണം. എന്തുകൊണ്ട്? കാരണം മാസ് നമ്മൾ SI യൂണിറ്റിലാണ് എടുത്തിരിക്കുന്നത്, 0.08 കിലോഗ്രാം. അപ്പോൾ കലോറി പ്രാക്ടിക്കൽ യൂണിറ്റ് ആണ്, അതിനെ ജൂൾ ആക്കാൻ ഈ കൺവേർഷൻ ഫാക്ടർ 4.18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ദ റൈസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5 ഡിഗ്രിയാണ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നേരിട്ട് MS ഡെൽറ്റ ടി എടുക്കാം. ഈ S എന്ന് പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് വോളിയമാണ്, ശരിയല്ല. അപ്പം നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും, ശരിയല്ലേ. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ 284 എന്നാണ് കിട്ടും. തേർഡ് ഓപ്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 41 നോക്കൂ. അത് നമ്മുടെ മോഡേൺ ഫിസിക്സ് ടോപ്പിക്കിൽ നിന്നാണ്. The radius of third stationary orbit of electron for Bohr atom is R. The radius of the fourth stationary orbit will be. റേഡിയസും അല്ലേ, അപ്പം ബോർ ആറ്റം, അപ്പോൾ ഇത് ഹൈഡ്രജൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പറയുന്ന ആ ഇസഡിന് വലിയ പ്രാധാന്യമില്ല ഇവിടെ, കാരണം ഹൈഡ്രജൻ ആൻഡ് ഇസഡ് ഒന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം റേഡിയസ് ഓഫ് ഓർബിറ്റ് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു n²/z എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇസഡ് എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പറാണ്. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ആയതുകൊണ്ട് ഒന്നും പറയുന്നില്ല, അപ്പോൾ 2 ഹൈഡ്രജൻ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ഇസഡ് ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ R പ്രപ്പോർഷണൽ ടു n² എന്ന് എടുത്താൽ മതി. അപ്പം അങ്ങനെയാണെങ്കിൽ R1/R2 എന്ന് പറയുന്നത് n1² ആണ്, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ R1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണ്, R2 ആണ് കണ്ടുപിടിക്കേണ്ടത്. N1 3 ആണ്, കാരണം തേർഡ് സ്റ്റേഷനറി ഓർബിറ്റ് ആണ്. അപ്പോൾ N1 പ്രിൻസിപ്പൽ കോൺസ്റ്റന്റ് നമ്പർ അറിയാമല്ലോ. അപ്പോൾ n1² വിൽ ബി 3² 9, n2² വിൽ ബി 4 16. അപ്പോൾ അങ്ങനെയാണെങ്കിൽ R2 എത്ര വരും? 16/9 ആണെന്ന് ആൻസർ. ഓൾ ആർ വെരി ഈസി ക്വസ്റ്റ്യൻസ്. ജസ്റ്റ് ഇക്വേഷൻ അറിയാവുന്ന ഏതൊരു കുട്ടിക്കും ചെയ്യാവുന്ന സാധാരണ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെയൊക്കെ വന്നിരിക്കുന്നത്, ശരിയല്ലേ. യെസ്. Next is question number 42, and that is from the chapter Electromagnetic Induction. A rectangular loop of length 2.5 meter and width 2 meter is placed at 60 degree to a magnetic field of 4 Tesla. The loop is removed from the field in 10 seconds. The average EMF induced in the loop during this time ആണ്. എല്ലാവർക്കും അറിയാം. ആദ്യം ഒരു കോയിലിനെ എടുത്ത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിരിക്കുന്നു. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നുള്ള ഫ്ലക്സ് ആ കോയിലിന് കിട്ടുന്നു, അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ NBA cos θ. അതിനുശേഷം 10 സെക്കൻഡ് സമയം കൊണ്ട് നമ്മൾ ഈ കോയിലിനെ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലക്സ് 0യിലേക്ക് പോകുന്നു. അപ്പോൾ ഫ്ലക്സ് NBA cos θ യിൽ നിന്ന് 0യിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നാച്ചുറലി അവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. ആ ചേഞ്ച് ഇൻ ഫ്ലക്സിന് അപ്പോൾ അവിടുത്തെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു. ആ ഫ്ലക്സ് ചേഞ്ചിന് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് EMF ആവും, ലെൻസസിനോ അല്ലേ. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF എപ്സിലോൺ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഫൈ, ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ദ ടൈം ടേക്കൺ ഫോർ ദ ചേഞ്ച് ആണ്. ഇവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ഫൈനൽ ഫ്ലക്സ് മൈനസ് ഇനിഷ്യൽ ഫ്ലക്സ് ആണ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ശരിയല്ലേ. ഓക്കെ, അപ്പോൾ ഫ്ലക്സ് അറിയാം. അപ്പം ഫ്ലക്സ് എടുക്കുമ്പോൾ ഇനിഷ്യൽ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ NBA cos θ ആണ്. NB1 എടുക്കും, കാരണം എന്താണ്, മാഗ്നറ്റിക് ഫീൽഡാണ് ചേഞ്ച് ചെയ്യുന്നത്. ഫ്ലക്സ് 2 എന്ന് പറയുമ്പോൾ NB2A cos θ ആണ്, ശരിയല്ല. അപ്പോൾ കാരണം മാഗ്നറ്റിക് ഫീൽഡാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മൈനസ് ഓഫ് നോക്കോ NA cos θ കോൺസ്റ്റന്റ് എടുക്കാം, B2 മൈനസ് B1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് വരും. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ നമ്പർ ഓഫ് ടേൺസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഒരു ടേൺ എടുക്കാം.
ഇവിടെ റെക്ടാങ്കുലർ ലൂപ്പ് ആയതുകൊണ്ട് ഏരിയ ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് 2.5 × 2. ഇനി ഈ കോസ് തീറ്റ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലെയിൻ ഓഫ് ദ കോയിലിൻ്റെ പെർപെൻഡിക്കുലർ, അതായത് ഏരിയ വെക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറുടെ ഇടയ്ക്കുള്ള ആംഗിളാണ് ഇവിടെ ഈ 60 ഡിഗ്രിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ 60 ഡിഗ്രി കൃത്യമായിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് പ്ലെയിൻ ഓഫ് ദ ലൂപ്പിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിളാണോ ഈ 60, അതോ പ്ലെയിൻ ഓഫ് ദ ലൂപ്പിൻ്റെ നോർമലിനും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്കുള്ള ആംഗിളാണോ 60 എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയം അവിടെ ഉണ്ട്. അത് വ്യക്തമായിട്ട് അവിടെ പറയുന്നില്ല. അപ്പോൾ ഏതായാലും ഇവിടുത്തെ ആൻസേഴ്സ് നോക്കുമ്പോൾ ഇപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് പ്ലെയിൻ ഓഫ് ദ കോയിലും മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ള ആംഗിളാണ് 60 എങ്കിൽ തീറ്റ 30 വരത്തുള്ളൂ. തീറ്റ 30 വരണമെങ്കിൽ കോസ് 30 √3/2. അപ്പോൾ ആൻസറിനകത്ത് √3 ഒക്കെ വരും. അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇത് 60 ഡിഗ്രി പ്ലെയിൻ ഓഫ് ദ കോയിലിൻ്റെ നോർമൽ, അതായത് ഏരിയ വെക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിൻ്റെ ഇടയ്ക്കുള്ള ആംഗിളാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസ് 60 തന്നെ എടുക്കാം. ഇനി B2 0 ആണ്. B1 എത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 4 ടെസ്ല. ചേഞ്ചിനെടുക്കുന്ന ടൈം 10 സെക്കൻഡ്സ് ആണ്. ഇപ്പോൾ ഈ മൈനസ് ഒരു പ്ലസ് ആവും. സോൾവ് ചെയ്യുമ്പോൾ ഇത് +1 വോൾട്ട് എന്ന് കിട്ടും. ശരിയല്ലേ? സോ ദ ആൻസർ ഈസ് ദ തേർഡ് ഓപ്ഷൻ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ശരിയല്ലേ? ഓക്കെ. പ്ലസ് ആംഗിളിൻ്റെ കാര്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്യണം എന്നൊരു കാര്യം എനിക്കിവിടെ തോന്നുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 43 നോക്കൂ. ഇറ്റ് ഈസ് ഫ്രം ഇലക്ട്രോസ്റ്റാറ്റിക്സ്. An electric charge 10⁻⁻⁶ microcoulomb is placed at origin 0 meter of xy coordinate system. 2 points P and Q are situated at √3 meter, √6 meter respectively. The potential difference between the points P and Q. വളരെ സിമ്പിൾ ആയൊരു ക്വസ്റ്റ്യൻ, ട്രിക്കി ആയൊരു ക്വസ്റ്റ്യൻ. നമുക്കൊന്നുമില്ല. അതായത് നമ്മുടെ XY പ്ലെയിനിലാണ് ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇത് XY പ്ലെയിൻ. ഓക്കെ. ഒറിജിനിൽ ഒരു ചാർജ് ഉണ്ട് അല്ലേ? എത്രയാണ് ഒറിജിനുള്ള ചാർജ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് 10⁻⁻�6. അപ്പോൾ ഒറിജിനിൽ ഒരു ചാർജ് ഉണ്ട്. Q = 10⁻⁻�6 ആണല്ലോ? യെസ്. ഇനി 2 പോയിന്റ്സ് ഉണ്ട്, P യും Q. ഇവിടെ ഒരു പോയിന്റ് P ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് Q ഉണ്ട്. ഈ Pയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് X കോർഡിനേറ്റും √3 ആണ്, Y കോർഡിനേറ്റും √3 ആണ്. Qൻ്റെ കോർഡിനേറ്റ്സ് √6 ഉം 0 ആണ്. അപ്പോൾ Q ഇവിടെയല്ല, Q ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് Q, അവിടെ √6 ഉം 0 ഉം. ഇനി Pനും Qനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം Pയിൽ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നതും ഈ ചാർജ് Q ആണ്, Qയിൽ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നതും ഈ ചാർജ് സ്മോൾ q ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ Q Pയിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ ഈ Q Pയിലേക്ക് ഉണ്ടാക്കുന്ന ഡിസ്റ്റൻസ് നോക്കണം. അത് എത്രയാണ്? R1. നോക്കൂ, ഈ R1 എന്ന് പറയുന്നത് √(x² + √(y² വരെ. അപ്പോൾ നോക്ക്, R1 എന്ന് പറയുന്നത് √√3² + √3². അപ്പോൾ ഇത് √6 അല്ലേ? √3² ഈസ് 3, √3² ഈസ് 3. അപ്പോൾ R എന്ന് പറയുന്നത് √6 ആണ്. ഇനി R2 എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ് ഇത്. അപ്പോൾ R2 എന്ന് പറയുന്നത് അത് √6², 6 0² 0. അപ്പോൾ അതും √6 ആണ്. അപ്പം അതിൻ്റെ മീനിങ് എന്താ? ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അത് kQ/R ആണ്. K എന്ന് വെച്ചാൽ 1/4πε0. അപ്പോൾ നോക്കൂ, ഈ Pയിൽ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന ചാർജും Qയിൽ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്ന ചാർജും സെയിം ആണ്. അപ്പോൾ സ്മോൾ q രണ്ട് കേസിൽ സെയിം ആണ്. ഇനി R വെച്ച് നോക്കുകയാണെങ്കിൽ Pയിലേക്കുള്ള ഡിസ്റ്റൻസ് R1ഉം Qയിലേക്കുള്ള ഡിസ്റ്റൻസ് R2ഉം ഈക്വൽ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? Pയിലും ഈ ക്യാപിറ്റൽ Qയിലും ഒരേ പൊട്ടൻഷ്യലാണ് വരുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കിട്ടി, പൊട്ടൻഷ്യൽ അറ്റ് P = പൊട്ടൻഷ്യൽ അറ്റ് Q, ബിക്കോസ് R1 = എന്താണ്? R2 ആണ്. ദാറ്റ്സ് വൈ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 0. മനസ്സിലായില്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 44. It's again a direct question. A convex lens of focal length 40 cm forms an image of an external source of light on a photoelectric cell. A current I is produced. The lens is replaced by another convex lens having the same diameter. അപ്പോൾ അതിൻ്റെ അപ്പർച്ചർ സൈസ് സെയിം ആണ്, ബട്ട് ഫോക്കൽ ലെന്ത് 20. The photoelectric current now is. ഇത് വളരെ ഈസിയാണ്. എന്ന് വെച്ചാൽ ഈ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇൻറ്റൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ്. നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ നോക്കൂ, ഫസ്റ്റ് കേസിൽ ലെൻസിൻ്റെ ഫോക്കൽ ലെന്ത് 40 cm. അവിടെ ഒരു ഫോട്ടോ ഇലക്ട്രിക് സെല്ലുണ്ട്, അത് ഫോക്കസിലായിരിക്കും വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു പെർട്ടിക്കുലർ പൊസിഷനിലാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ലെൻസിലൂടെ ലൈറ്റ് കയറി വന്നു. അപ്പം നോക്കൂ, ഈ രീതിയിലാണ് അതിൻ്റെ ഐഡിയ. നോക്ക്, ഇതിങ്ങനെ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്,
ഇതിങ്ങനെ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട് അല്ലേ? ഇതാണ് ഈ ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇവിടെ ഫോക്കസ് ഇവിടെയാണ്, ഇവിടെയാണ് ഫോട്ടോ ഇലക്ട്രിക് സെൽ വച്ചിരിക്കുന്നത്. എന്നിട്ട് കുറേ ലൈറ്റ് ഇങ്ങനെ വന്ന് വീഴാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇതെല്ലാം ലൈറ്റ് റേസ് ആണ്, ഇതെല്ലാം ലൈറ്റ് റേസ് ഇങ്ങനെ വന്ന് വീഴുന്നു. എന്നിട്ട് ഇതൊക്കെ ഫോക്കസിലേക്ക് പോകുന്നു, അറിയാമല്ലോ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എടുക്കുക. എന്നിട്ട് ഈ ലൈറ്റ് റേസ് അവിടെ ചെന്ന് വീണിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഉണ്ടാക്കുന്ന ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഐ ആണ്. നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഐ എന്ന് പറയുന്നത് അവിടെ വന്ന് വീഴുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസിന് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ബീമിന് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. അപ്പം നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസിൻ്റെ ഫോക്കൽ ലെന്ത് മാറ്റിയിട്ടുണ്ട്, പക്ഷേ അപ്പർച്ചർ സൈസ് മാറ്റിയിട്ടില്ല. അപ്പർച്ചർ സൈസ് മാറ്റിയില്ലെന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? അപ്പർച്ചർ സൈസ് മാറ്റിയില്ലെന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് നമ്പർ ഓഫ് ഫോട്ടോൺസ്, ഈ അപ്പർച്ചറിലൂടെ കയറിപ്പോകുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് ഈക്വൽ ആണ്. അപ്പം അതുകൊണ്ട് ഫോട്ടോ ഇലക്ട്രിക് സെല്ലിൽ വീഴുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസ് ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും സെയിം ആണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവിടെ ഇൻറ്റൻസിറ്റിക്ക് മാറ്റം വരില്ല, അതുകൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് കറണ്ടിനും മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ ഐ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നു. സിമ്പിൾ അല്ലേ? സോ ദ ആൻസർ ഓപ്ഷൻ ഈസ് ഐ. വളരെ ഡയറക്റ്റ് ആയൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 45. A body of mass 1000 kg is moving horizontally with a velocity of 6 meters per second. If a 200 kg extra mass is added, the final velocity is. ഒരു 1000 kg മാസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വെലോസിറ്റി 6 ആണ് അല്ലേ? നമുക്ക് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കൂ, ഒരു 1000 kg മാസ് ഉള്ള ബോഡി, അപ്പോൾ അതിങ്ങനെ ഒരു സർഫസിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്രയാണ് അതിൻ്റെ വെലോസിറ്റി തന്നിരിക്കുന്നത്? 6 meters per second. ഓക്കെ ആണല്ലോ? യെസ്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇതിലേക്കൊരു 200 kg മാസ് കൂടി ആഡ് ചെയ്തു. അപ്പം ഇങ്ങനെ ഒരു എക്സ്ട്രാ മാസ് കൂടി ഇതിലേക്ക് വെച്ചു, 200 kg. ഇത് എത്രയാണ്? നേരത്തെ 1000 ആയിരുന്നു, ഇപ്പോൾ ഇത് 200 ആണ്. 200 kg വെച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ഈ 200 kg ഇങ്ങനെ കൊണ്ട് വയ്ക്കുമ്പോൾ ശരിയാണ്, ഇതിൻ്റെ വെയിറ്റ് താഴേക്ക് വരും. ഇതിൻ്റെ വെയിറ്റ് താഴേക്ക് വരുമ്പോൾ ഇവിടുത്തെ നോർമൽ റിയാക്ഷനൊക്കെ ചേഞ്ച് വരും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ്? ഈ എക്സ്ട്രാ മാസ് വെച്ചതിൻ്റെ എഫക്റ്റ് എല്ലാം വെർട്ടിക്കലി മാത്രമാണ് വരുന്നത്. അതായത് വെയിറ്റ്, ഇവിടെ ഉണ്ടാകുന്ന നോർമൽ റിയാക്ഷൻ്റെ ചേഞ്ച്, അതൊക്കെ ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇതുവഴി വന്നിട്ടില്ല. കണ്ടല്ലേ? അപ്പോൾ ഈ 200 kg ഇതിൻ്റെ പുറത്ത് വെച്ചാലും വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സസ് മാറി വന്നിട്ടുണ്ടാവാം, പക്ഷേ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. ഇനി ഇവർക്കിടയിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് ഈ രണ്ട് ബോഡിയും കൂടെ ഒരുമിച്ചെടുക്കുമ്പോൾ അതൊരു ഇന്റേണൽ ഫോഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എങ്ങനെയാണ്? ഡ്യൂ ടു ദ അഡീഷൻ ഓഫ് ദ 200 kg നോ എക്സ്റ്റേണൽ ഫോഴ്സസ് ആർ ഡെവലപ്ഡ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പം ഒരു ഡയറക്ഷനിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ഡ്യൂറിങ് എ പ്രോസസ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് പ്രോസസ് ലീനിയർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. വിത്തിൻ 1 second യു ക്യാൻ ആൻസർ ദിസ്. എത്രയാണ്? ഫസ്റ്റ് കേസിലെ മൊമെൻറ്റം ദറ്റ് ഈസ് 1000 മാസ് വെലോസിറ്റി 6 ഈക്വൽ ടു സെക്കൻഡ് കേസിലെ മൊമെൻറ്റം മാസ് 1200 ഇൻറ്റു വി. എന്തുകൊണ്ട് 1200? 1000 + 200. അപ്പോൾ അത് ചെയ്യുമ്പോൾ വി എത്ര കിട്ടും? 5 meters per second എന്ന് ഈസിയായിട്ട് കിട്ടും. ശരിയല്ലേ? വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണെന്ന് മനസ്സിലാക്കും. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, ഫ്രം ദ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ E = 200 volt per meter sin 1.5 × 10⁻70 - 0.05x. the intensity of the wave is. എല്ലാവർക്കും അറിയാം എന്താണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അതൊക്കെ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. I = ½ ε0 E0² × C. ഇതാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ ഫോർമുല. ½ ε0 E0² × C ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ½ × ε0 നമുക്കറിയാം 8.85 × 10⁻⁻12 ആണ്. ശരിയല്ലേ? യെസ്. ഇൻറ്റു എന്താ E0? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. കണ്ടോ, അത് 200 ആണ്. 200². പിന്നെ
C, velocity of light, 3 into 10 raised to 8. This solve ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ അറൗണ്ട് 53.1 watt per meter square ആണ്. ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. If you know the equation for that question, the answer will be ready. Correct അല്ലേ? Yes. അപ്പോൾ ആ ക്വസ്റ്റ്യനും ഓർത്തോളുക, വളരെ നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Next question, that is again from the topic, from the assertion reason ആണ്. നമുക്ക് എന്താണ്? Planck's constant and angular momentum have same dimensions. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇത് കറക്റ്റ് ആണ്. കണ്ടോ, സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. Planck's constant ഡയമെൻഷനും angular momentum ഡയമെൻഷനും സെയിം ആണ്. ലീനിയർ മൊമെന്റം ആൻഡ് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് വെച്ചാൽ ടോർക്കാണ്. ടോർക്കിന് ലീനിയർ മൊമെന്റത്തിന് ഒരേ ഡയമെൻഷൻ അല്ല, അതുകൊണ്ട് അത് തെറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മാത്രമേ കറക്റ്റ് ഉള്ളൂ അല്ലേ? ഈസി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 48. A wire of length 10 cm and radius √7 into 10 raised to -4 meter connected across the right gap of a meter bridge. When a resistance of 4.5 ohm is connected in the left gap by using a resistance box, the balance length is found to be 60 cm from the left end. If the resistivity of the wire is R into 10 raised to -7 ohm meter, then what is the value of R? Very simple question. അതായത് നമ്മുടെ മീറ്റർ ബ്രിഡ്ജ് എക്സ്പെരിമെന്റ്, ലെഫ്റ്റ് ഗ്യാപ്പിൽ ഒരു നോൺ റെസിസ്റ്റൻസ് സേ ആർ, റൈറ്റ് ഗ്യാപ്പിൽ ഒരു അൺനോൺ റെസിസ്റ്റൻസ് സേ എക്സ് ഈക്വൽ ടു ലെഫ്റ്റിൽ നിന്നുള്ള ബാലൻസിംഗ് ലെന്ത് എൽ, റൈറ്റിൽ നിന്നുള്ളത് 100 - L. ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാമല്ലോ? യെസ്. അപ്പോൾ ആർ നമുക്കറിയാം 4.5, എക്സ് അൺനോൺ റെസിസ്റ്റൻസ് അറിയില്ല, ലെന്ത് ലെഫ്റ്റിൽ നിന്ന് 60 cm, അപ്പോൾ എൽ 60, ഇത് 100 - L എത്ര വരും? 40. അപ്പോൾ ഇത് എത്ര വരും? 3/2 അല്ലേ? അപ്പോൾ എത്ര വരുന്നു? ഇറ്റ് ഈസ് 2 into 4.5 9/3. അപ്പോൾ എക്സ് എത്ര വരുന്നു? 3 ohm എന്ന് വരും. അൺനോൺ റെസിസ്റ്റൻസ് ആയല്ലോ? യെസ്. ഇനി എക്സ് ഈക്വൽ റോ എൽ ബൈ എ അല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 3. റോ ആണ് ക്വസ്റ്റ്യൻ. ലെന്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 10 cm. അപ്പോൾ അത് 0.1 meter. ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. പൈ ഇൻറ്റു ആർ സ്ക്വയർ ആകുമ്പോൾ അത് വരും 7 into 10 raised to -8 ഈക്വൽ 3 അല്ലേ? അപ്പം ഇന്ന് റോ കണ്ടുപിടിച്ചൂടെ? റെസിസ്റ്റിവിറ്റി റോ കണ്ടുപിടിക്കുക. അതിൽ നിന്ന് റോ കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് ഈസ് 66 into 10 raised to -7 ohm meter എന്ന് ആൻസർ വരും. ശരിയല്ലേ? ഓക്കെ. അപ്പം അങ്ങനെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഈ തേർഡ് ഓപ്ഷൻ വരും. വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ. മീറ്റർ പിടിച്ചെന്നൊക്കെ പറയുന്നതല്ലാതെ ഒട്ടും ചലഞ്ചിങ് അല്ല. ജസ്റ്റ് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് റെസിസ്റ്റൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വെച്ച് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കും. ഓക്കെ. യെസ്. 49 കണ്ട്, ഇതും കറന്റ് എന്നാണ്. A wire of resistance R and length L is cut into 5 equal parts. If these parts are joined parallelly, what is the resultant resistance? ഒരു റെസിസ്റ്റൻസ് R അതിന് 5 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഓരോ റെസിസ്റ്റൻസും എത്ര വെച്ച് വരും? R/5 അല്ലേ? യെസ്. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് R അതിന് 5 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഓരോ റെസിസ്റ്റൻസും R/5 വെച്ച് വരും. ശരിയല്ലേ? യെസ്. എന്നിട്ട് ഈ 5 R/5 കൂടെ പാരലായിട്ട് കണക്ട് ചെയ്തു. നമുക്കറിയാം n ഈക്വൽ റെസിസ്റ്റൻസ് ഇൻ പാരൽ ആണെങ്കിൽ എഫക്റ്റീവ് R/n ആണ്. ഇവിടെ R എന്ന് പറയുന്ന R/5, n എന്ന് പറയുന്ന 5. അപ്പോൾ R/5/5 അപ്പോൾ എത്ര വരും? R/25 അല്ലേ? വെരി ഈസി ക്വസ്റ്റ്യൻ, ഒന്നുമില്ല, വളരെ ഡയറക്റ്റായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന സംഭവം. അപ്പോൾ R എന്നുള്ള റെസിസ്റ്റൻസിന് 5 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഓരോ റെസിസ്റ്റൻസും R/5 വെച്ച് വരും. പിന്നെ അതിനെ പാരലായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ R/5/5 വരും. അപ്പോൾ R/25 വരും. മനസ്സിലായല്ലോ? യെസ്. ഈസി ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, വെറുതെ വായിച്ച് എഴുതാവുന്ന സാധാരണ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 50. The average kinetic energy of a monoatomic molecule is 0.414 electron volt at a temperature. ഏത് ടെമ്പറേച്ചറിലാണ് ഇത് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ശരിയല്ലേ? ഓക്കെ. അതായത് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോണോഅറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, മോണോഅറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ ആകുമ്പോൾ അതിൽ 3 degrees ഓഫ് ഫ്രീഡം ഉണ്ട്. ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെയും എനർജി നമുക്കറിയാം 12 kBt ആണ്. ഇപ്പോൾ 3 degrees ഫ്രീഡത്തിൻ്റെ 3/2 kBt. അപ്പോൾ വളരെ ക്ലിയർ ആണ്. 3/2 ടൈംസ് ദ ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ് ഈ പറയുന്ന 0.414. അത് ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇങ്ങനെ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യണം. ശരിയല്ലേ? ഓക്കെ. ഇതാണ് ഐഡിയ. എത്രയേ ഉള്ളൂ. നോക്കൂ, ഒരു മോണോ അറ്റോമിക് ഗ്യാസ് മോളിക്യൂൾ എടുത്താൽ അതിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി 3/2 kBt ആണ്. kBt ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ്, kB എന്ന് പറയുന്ന ബോൾട്ട്സ്മാൻസ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ? കെൽവിൻ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ആൻസർ കിട്ടും. അപ്പം നിങ്ങൾ 3/2 into
KB എന്ന് പറയുന്ന അറിയാമല്ലോ 1.38 into 10 raised to minus 23 times temperature equal 0.414 into ഇതിനെ കൺവേർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അത് പല കുട്ടികളും തെറ്റിക്കും. കാരണം 0.414 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതിനെ 1.6 into 10 raised to minus 19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ജൂൾ ആക്കണം. എന്നിട്ട് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ T നമുക്ക് 3200 കെൽവിൻ എന്ന് കിട്ടും. മനസ്സിലായോ? ഇതെല്ലാം ഡയറക്റ്റ് ആണ്. ഇഫ് യു നോ ദ ഇക്വേഷൻ ദ ആൻസർ ഈസ് റെഡി. 51. നോക്കൂ, ചുരുക്കത്തിൽ നമുക്കിവിടെ ഈ പറയുന്ന പോലെ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സെക്ഷൻ എയിലെ 20 ക്വസ്റ്റ്യൻസും നമുക്ക് സിംഗിൾ ആൻസർ ടൈപ്പ് ആയിരുന്നു. അതിൽ ഒന്നുപോലും ബുദ്ധിമുട്ടുണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. എല്ലാം നമ്മൾ നേരിട്ട് പഠിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നും നമുക്ക് വേറെ ചിന്തിക്കാനൊന്നുമില്ല. നേരിട്ട് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. Now we are going to the integer type section B ക്വസ്റ്റ്യൻസ് ആണ്. Let us look into the question number 51. കണ്ട, അത് കൈനമാറ്റിക്സ് എന്നാണ്. എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ അറ്റ് T equal 0 വിത്ത് എ വെലോസിറ്റി 5 meter per second. അപ്പോൾ നോക്കൂ, ഇവിടുത്തെ പാർട്ടിക്കിളുടെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 5 meter per second ആണ്. ഏത് ഡയറക്ഷനിൽ? x ഡയറക്ഷനിലാണ്. ആൻഡ് മൂവ്സ് ഇൻ ദ XY plane അണ്ടർ ദ ആക്ഷൻ ഓഫ് എ ഫോഴ്സ് വിച്ച് പ്രൊഡ്യൂസസ് ആൻ ആക്സലറേഷൻ 3I + 2j. അപ്പം കണ്ടോ, ഇവിടെ ആക്സലറേഷൻ, അപ്പോൾ ഇത് ഇനിഷ്യൽ വെലോസിറ്റി ഇൻ ദ x ഡയറക്ഷനാണ്. ഇനി ആക്സലറേഷൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ x കമ്പോണൻറ്റ് 3 meter per second സ്ക്വയർ ആണ്. അത് +x ഡയറക്ഷനിൽ. അതിൻ്റെ y കമ്പോണൻറ്റ് 2 meter per second സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഇൻ ദ +y ഡയറക്ഷനാണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റിക്ക് y കമ്പോണൻറ്റ് ഇല്ല. കണ്ട്, ഇനിഷ്യൽ വെലോസിറ്റിയുടെ y കമ്പോണൻറ്റ് 0 ആണ്, x കമ്പോണൻറ്റ് 5 ആണ്. ആക്സലറേഷൻ്റെ x കമ്പോണൻറ്റ് 3ഉം y കമ്പോണൻറ്റ് 2ഉമാണ്. ഇഫ് ദ x കോർഡിനേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് ഈസ് 84 meter, then the speed of the particle at this time എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതോ ഒരു ഇൻസ്റ്റൻറ്റിൽ, ഏത് ഇൻസ്റ്റൻ്റ് എന്നറിയില്ല, ടൈം ഇൻസ്റ്റൻറ്റ് നമുക്ക് അറിയില്ല. ആ സമയത്ത് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 84 meter ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം അത് ആ എക്സ് കോർഡിനേറ്റ് എടുക്കാം, എക്സ് ഡയറക്ഷൻ എടുക്കാം. എക്സ് ഡയറക്ഷനിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ Vx square equal to Ux square plus 2Ax into ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ എക്സ് ഡയറക്ഷൻ ആണ് അല്ലേ. അതായത് V square equal U square plus 2AS എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലേക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ Vx square എത്രയും നമുക്ക് അറിയില്ല. Ux square നമുക്കറിയാം 25. 2 into AX എത്രയും നമുക്കറിയാം 3. SX എത്രയും നമുക്കറിയാം 84 meter ആണ്. അതായത് കുറച്ച് സമയം കഴിയുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ എക്സ് കോർഡിനേറ്റ് 84 meter ആണ് നമുക്കറിയാം. കാരണം ഇനിഷ്യൽ പൊസിഷൻ ഒറിജിൻ ആയിരുന്നു. ഇപ്പോഴത്തെ എക്സ് കോർഡിനേറ്റ് 84 meter ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എക്സ് ഡയറക്ഷനിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് അതാണ്. ശരിയല്ലേ? ഓക്കെ, ഇങ്ങനെ വരും ഇവിടുത്തെ Vx square എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്ര വരും? 84 into 6 അല്ലേ. 80 into 6 എന്ന് പറയുമ്പോൾ 480 വരും. 504 529. ശരിയല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ Vx equal to 23 meter per second ആണ് അല്ലേ. യെസ്. അപ്പോൾ ആ പൊസിഷനിൽ ബോഡി എത്തിച്ചേർന്നിരിക്കുന്ന ഇപ്പോഴത്തെ പൊസിഷനിൽ എക്സ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 23 meter per second ആണ്. ഇനി ഇപ്പോൾ Vx കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ Vx equal to Ux plus Ax into T എന്ന് കൊടുത്തൂടെ അല്ല. Vx equal to Ux plus Ax into T എന്ന് കൊടുക്കാം. V equal to U plus AT in the x direction. അപ്പോൾ 23 equal to 5 plus Ax എത്രയായിരുന്നു? 3 into T. അപ്പോൾ 3T equal to 18. അപ്പോൾ T equal എത്ര സെക്കൻഡ്സ് കഴിഞ്ഞിരിക്കുന്നു? 6 seconds കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 6 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് വെലോസിറ്റി 23 ആയതും പൊസിഷൻ 84 meter ആയതും. ശരിയല്ലേ? ഓക്കെ, ഇനി ടൈം അല്ല ചോദിച്ചിരിക്കുന്നത്. ആ സമയത്ത് സ്പീഡ് √α meter per second ആണ്. അപ്പോൾ നമുക്കറിയാം ആക്ച്വലി ഇത് XY പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ 6 seconds കഴിയുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റിക്ക് ഒരു എക്സ് കമ്പോണൻറ്റും ഉണ്ട്, ഒരു വൈ കമ്പോണൻറ്റും ഉണ്ട്. ശരിയല്ലേ? അതിൻ്റെ എക്സ് കമ്പോണൻ്റ് വെലോസിറ്റി ഓൾറെഡി നമുക്ക് 23 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊരു വൈ കമ്പോണൻ്റ് വെലോസിറ്റി കൂടി കാണും. അത്രയും തൽക്കാലം അറിയില്ല, പക്ഷെ ഇപ്പോൾ കിട്ടും നമുക്ക് Vy. എങ്കിൽ റിസൾട്ടൻ്റ് വെലോസിറ്റി എന്ന് പറയുന്ന V ഇങ്ങനെയല്ലേ വരിക? V എത്ര വരും? √Vx square plus Vy square എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ 6 seconds കഴിഞ്ഞപ്പോഴാണ് പൊസിഷൻ 84 meter ആയത്. അപ്പോൾ ആ സമയത്ത് എക്സ് കമ്പോണൻ്റ് വെലോസിറ്റി ഓൾറെഡി 23 എന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ബോഡി XY പ്ലെയിനിൽ മൂവ് ചെയ്യുന്നത് കൊണ്ട് Y ഡയറക്ഷനിലേക്കും ആ സമയത്ത് അതിനൊരു വെലോസിറ്റി കമ്പോണൻറ്റ് കാണും. അപ്പോൾ ആ Vxും Vyയും കിട്ടിയാൽ √Vx square plus Vy square ആണ് നമ്മുടെ റിസൾട്ടൻ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ Vx കിട്ടി. ഇനി ഒറ്റ കാര്യം കൂടെ കണ്ടുപിടിച്ചാൽ മതി, Vy എങ്ങനെ കണ്ടുപിടിക്കും? വെരി സിമ്പിൾ. Vy is equal to Uy plus Ay into T. Uy 0 ആണ് അല്ലേ. Ay എത്രയാണ്? 2 ആണ്. ടൈം എത്രയാണ്? 6 ആണ്. അപ്പോൾ 6 into 2 എത്ര വരും? 12 meter per second.
അപ്പോൾ ചുരുക്കത്തിൽ വി വൈയും കിട്ടി. വി വൈ എത്രയാണ്? 12 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വി എക്സ് വി വൈ രണ്ടും കിട്ടി. അങ്ങനെയാണെങ്കിൽ വി എത്ര വരും? റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ 23 സ്ക്വയർ എത്ര വരും? 529 പ്ലസ് വി വൈ സ്ക്വയർ ഈസ് 144. ശരിയല്ലേ? യെസ്. അപ്പോൾ 673 അല്ലേ? യെസ്. റൂട്ട് ഓഫ് 673 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആ സമയത്തെ വെലോസിറ്റി. നല്ല ക്വസ്റ്റ്യൻ ആണ്, അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ ഇതുവരെ ചെയ്തതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു നമുക്കൊരു ആശ്വാസം തരുന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനെ തോന്നുന്നു. കാരണം നമുക്ക് കൈനമാറ്റിക്സിലാണ് സംഭവം വളരെ എളുപ്പമാണെങ്കിലും ഈ 673 എന്നൊരു ആൻസറൊക്കെ പരീക്ഷയിൽ കിട്ടുമ്പോഴേ പല കുട്ടികളും അത് മാർക്ക് ചെയ്യാൻ മടിക്കും. കാരണം 673 എന്നൊക്കെ അല്ലേ കിട്ടിയിരിക്കുന്നത്, കറക്റ്റ് ആയിരിക്കും, എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ചിലപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു കാര്യം മാത്രമേ കാണുന്നുള്ളൂ, അല്ലാതെ കണ്ടന്റ് ഒക്കെ വളരെ ഈസി തന്നെയാണ്. മനസ്സിലായല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്നാണ്. ഇത് അത്ര ഒരു എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയില്ലെങ്കിലും നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ എല്ലാ ക്ലാസ്സിലും പഠിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്നാൽ നമുക്ക് പറയാം. A thin metallic wire having cross-sectional area 10 raised to minus 4 meter square is used to make a ring of radius 30 centimeter. A positive charge 2 pi coulomb is uniformly distributed over the ring, while another positive charge of 30 picocoulomb is kept at the center of the ring. The tension in the ring is dash Newton എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Provided that the ring does not get deformed, neglect the influence of gravity given 1 by 4 pi epsilon 0 equal 9 into 10 raised to 9. ഞാൻ പറഞ്ഞു ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു, പ്രിപ്പയർ ചെയ്യുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിലങ്ങനെ അതിലും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നോക്കൂ, ഇവിടെ ഉള്ളത് ആക്ച്വലി ഒരു റിംഗ് ആണ്. കണ്ട് ഇതേപോലെ റിംഗ് ആണ് മെയിനായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഒരു സംഭവം, റിംഗ്. ഈ റിങ്ങിൻ്റെ പ്രത്യേകത, ഈ റിങ്ങിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ചാർജ് വെച്ചിട്ടുണ്ട്. റിങ്ങിൻ്റെ സെൻറ്ററിൽ ഒരു ചാർജ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, സ്മോൾ ക്യൂ. ഈ റിങ് നിർമ്മിച്ചിരിക്കുന്നത് ആ പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഒരു വയർ ഉപയോഗിച്ചാണ്. റേഡിയസ് 30 ആണ്. എന്ന് മാത്രമല്ല ഈ റിങ്ങിന് മൊത്തത്തിൽ 2 പൈ കൂളംബ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിങ്ങിന് കൊടുത്തിരിക്കുന്ന ടോട്ടൽ ചാർജ് ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്നത് 2 പൈ കൂളംബാണ്. അപ്പം നമുക്കറിയാം ആ ചാർജ് ഈ റിങ് മുഴുവൻ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ട് റിങ്ങിൻ്റെ സർഫസിൽ ഈ ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ശരിയല്ലേ? യെസ്. അപ്പോൾ ക്യാപിറ്റൽ ക്യൂ ഈക്വൽ എത്രയാണ്? 2 പൈ കൂളംബാണ്. എങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ഈ സ്മോൾ ക്യൂ അതിൻ്റെ വാല്യൂ ഉണ്ട്, ഈ ക്യാപിറ്റൽ ക്യൂ ഇവർ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നോക്കൂ, ഞാൻ ഈ റിങ് വരുന്ന ചെറിയൊരു എലമെൻറ്റ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ, വളരെ മൈന്യൂട്ട് എലമെൻറ്റ് ഞാൻ ഈ റിങ്ങിൽ ഇങ്ങനെ എടുക്കുകയാണ്. കണ്ടോ, ഈ റിങ്ങിൽ ഒരു മൈന്യൂട്ട് എലമെൻറ്റ് ഇങ്ങനെ എടുക്കുകയാണ്. കണ്ടോ, റിങ്ങിലൊരു മൈന്യൂട്ട് എലമെൻറ്റ് ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, ഒരു മൈന്യൂട്ട് എലമെൻറ്റ് ഇങ്ങനെ എടുക്കുകയാണ്. നോക്കൂ, ഈ എലമെൻറ്റിൻ്റെ റേഡിയസ്, ഇവിടുത്തെ റേഡിയസ് 6 ആണ്. ഇതിൻ്റെ ടോട്ടൽ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ രണ്ട് സൈഡിലേക്ക് ആംഗിൾ θ/2 വെച്ച് വരും. ശരിയല്ലേ? യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ എലമെൻറ്റിൽ ഒരു ചെറിയ ചാർജ് ഉണ്ട്, ഡി ക്യൂ എന്നുള്ള പേരിൽ. ഈ ഡി ക്യൂ എത്ര വരുമെന്ന് നമുക്കറിയാം. ഡി ക്യൂ എന്ന് പറയുമ്പോൾ അത് ക്യൂ ഡിവൈഡഡ് ബൈ 2 പൈ ഇൻറ്റു തീറ്റയാണ്. എന്തുകൊണ്ട്? കാരണം 2 പൈ റേഡിയൻ ആംഗിളിലാണ് ക്യൂ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് റേഡിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ചാർജ് 2 പൈ ബൈ അല്ലെങ്കിൽ ക്യൂ ബൈ 2 പൈ. പിന്നെ ഇവിടെ തീറ്റ ആംഗിളാണ് അതിൽ വരുന്നത് കണ്ടുപിടിക്കാൻ. ഇത്രയേ ഉള്ളൂ, വളരെ ഡയറക്റ്റ് ആണ്. അപ്പോൾ മൊത്തം റിങ്ങിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ചാർജ് ക്യാപിറ്റൽ ക്യൂ. മൊത്തം റിംഗ് എന്ന് പറയുമ്പോൾ 2 പൈ ആംഗിളാണ്, 2 പൈ റേഡിയലാണ്. അപ്പോൾ 2 പൈ റേഡിയലിൽ വരുന്ന ചാർജാണ് ക്യാപിറ്റൽ ക്യൂ. അപ്പോൾ 1 യൂണിറ്റ് റേഡിയലിൽ 1 റേഡിയലിൽ വരുന്ന ചാർജ് ക്യൂ ബൈ 2 പൈ. അങ്ങനെയാണെങ്കിൽ തീറ്റ ആംഗിളിൽ വരുന്ന ചാർജ് ക്യൂ ബൈ 2 പൈ ഇൻറ്റു തീറ്റ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, സിമ്പിളാണ്. ഇപ്പോൾ എത്ര വരും? ഇറ്റ്സ് 2 പൈ ബൈ 2 പൈ ഇൻറ്റു തീറ്റ. ദാറ്റ്സ് ഈക്വൽ തീറ്റ എന്ന് വരും. അപ്പോൾ ഈ ഡി ക്യൂയുടെ വാല്യൂ തീറ്റയ്ക്ക് ഈക്വലാണ്. ഡി ക്യൂവിൻ്റെ വാല്യൂ തീറ്റയ്ക്ക് ഈക്വലാണ്. മനസ്സിലായോ? യെസ്. ഇനി നോക്കൂ, ഈ സ്മോൾ ക്യൂവും ഈ ഡി ക്യൂവും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും അല്ലേ? ആ റിപ്പൾഷൻ്റെ ഫലമായിട്ട് ഈ എലമെൻറ്റിനെ ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഡീഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ആ ഡിഫോമേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഇതിനകത്തുണ്ടാകുന്ന റിസ്റ്റോറിംഗ് ഫോഴ്സാണ് ടെൻഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കൂ, ഈ സ്മോൾ ക്യൂ ഈ ഡി ക്യൂവിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ റിപ്പൽ ചെയ്യുമ്പോൾ ഈ ഡി ക്യൂ എന്നുള്ള എലമെൻറ്റിന് പുറത്തേക്ക് ഡിഫോം ചെയ്യാനൊരു ടെൻഡൻസി വരും, ഷേപ്പ് ചേഞ്ച് ചെയ്യാനൊരു ടെൻഡൻസി വരും. ഞാൻ പറയുന്നത് മനസ്സിലായോ? ആ ടെൻഡൻസിയെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ എന്ത് വരും? ആക്ച്വലി ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യപ്പെടും. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ആ ടെൻഷൻ ടാൻജൻഷ്യലായിട്ട് ഇങ്ങോട്ടേക്കും ആക്ട് ചെയ്യും, ഇങ്ങോട്ടേക്കും ആക്ട് ചെയ്യും. ആ ടെൻഷൻ ടാൻജൻഷ്യലായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ആക്ട് ചെയ്യും, ടി ആൻഡ് ടി.
അല്ലേ? നമുക്ക് ഈ ടിയെ രണ്ട് കമ്പോണൻ്റ് ആക്കി റിസോൾവ് ചെയ്യാം. കണ്ടു, ഇത് ഹൊറിസോണ്ടലും ഇത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആക്കി ടിയെ റിസോൾവ് ചെയ്യാം. ശരിയല്ലേ? ഈ ആംഗിൾ θ/2 ആണെങ്കിൽ ഈ ആംഗിളും θ/2 ആണ്. ഈ ആംഗിൾ θ/2 ആണെങ്കിൽ ഈ ആംഗിളും θ/2. അപ്പോൾ ടെസ്റ്റ് റിസോൾവ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ടി കോസ് θ/2 വരും, ഇങ്ങോട്ട് ടി സൈൻ θ/2 വരും. ഇനി ഈ ടിയെ റിസോൾവ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ടി കോസ് θ/2 വരും, ഇങ്ങോട്ട് ടി സൈൻ θ/2 വരും. ഈ ടി കോസ് θ/2 ക്യാൻസൽ ആവും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ടി സൈൻ θ/2 ആഡ് ചെയ്ത് വരും. അപ്പോൾ താഴോട്ടുള്ള ടോട്ടൽ ഫോഴ്സ് 2t സൈൻ θ/2. പുറത്തേക്കുള്ള റിപ്പൾസീവ് ഫോഴ്സ് ഇത് ഇങ്ങനെ വരുന്ന ഇലക്ട്രിക് റിപ്പൾസീവ് ഫോഴ്സ് Fe. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഈ സ്മോൾ ക്യൂ ഈ ഡി ക്യൂവിനെ പുറത്തേക്ക് റിപ്പൽ ചെയ്യും. അപ്പോൾ ആ റിപ്പൾഷൻ കാരണമാണ് ഡി ക്യൂവിനെ അങ്ങോട്ടേക്ക് ഡിഫോം ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നത്, ഷേപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നത്. അപ്പോൾ ഈ സ്മോൾ ക്യൂന്ന് ഈ ഡി ക്യൂയിലേക്ക് വരുന്ന ഫോഴ്സ് എങ്ങനെയാണ്? അപ്പോൾ ഈ സ്മോൾ ക്യൂ ഡി ക്യൂയിൽ ഈ ഫോഴ്സ് കൊടുത്ത് ഇതിനെ ഇങ്ങോട്ട് ഡിഫോം ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇവിടെ ഡിഫോം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ടെൻഷൻ എന്നുള്ള പേരിൽ ഈ എലമെന്റിൽ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നു. ആ റിസ്റ്റോറിംഗ് ഫോഴ്സിന് അകത്തേക്ക് വരുന്ന ടോട്ടൽ കമ്പോണൻ്റ് ആണ് 2t സൈൻ θ/2. ഈ 2t സൈൻ θ/2 Fe എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡിഫോമേഷൻ ഉണ്ടാവാത്തത്. മനസ്സിലായോ? ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഫോർ നോ ഡിഫോമേഷൻ എന്താണ് കണ്ടീഷൻ? 2t സൈൻ θ/2 ഈസ് ഈക്വൽ എത്രയാണ്? ദി ഇലക്ട്രിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ്. നോക്കൂ, ഇറ്റ് ഈസ് 2t ഇൻറ്റു, ഞാൻ ഈ സൈൻ θ/2നെ θ/2 എന്ന് എഴുതുന്നു, കാരണം ഇതൊരു വളരെ മൈന്യൂട്ട് എലമെൻ്റ് ആണ്. മൈന്യൂട്ട് എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് തീർച്ചയായിട്ടും അവിടെ ഈ സൈൻ θ θ എന്ന് എടുക്കാം. അപ്പം അങ്ങനെയാണ് സൈൻ θ/2 θ/2. അപ്പോൾ θ വളരെ ചെറുതാണ്. ഇതൊരു മൈന്യൂട്ട് എലമെൻ്റ് ആയതുകൊണ്ട് θ വളരെ ചെറുതാണ്. θ വളരെ ചെറുതായതുകൊണ്ട് തന്നെ സൈൻ θ θ ആണ്, അല്ലെങ്കിൽ സൈൻ θ/2 θ/2 ആണ്. ഇലക്ട്രിക് ഫോഴ്സ് എത്രയാണ്? 1/4πε0 സ്മോൾ ക്യൂ ഇൻറ്റു ഡി ക്യൂ ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. കൂളംബ്സ് ലോ വെച്ചെടുത്തു. അപ്പം നമുക്ക് 2 ക്യാൻസലായി. ടി ഇൻറ്റു θ ഈക്വൽ ടു 1/4πε0. എല്ലാവർക്കും അറിയാം 9 × 10⁻⁹ ആണ്. ക്യൂ സെൻട്രൽ വെച്ചിരിക്കുന്ന സ്മോൾ ചാർജ് ആണ്, 30 പീക്കോ കൂളം. പീക്കോ ആകുമ്പോൾ 10⁻⁻12 അല്ലേ? യെസ്. ഡി ക്യൂ എത്രയാണ്? θ. ഡി ക്യൂവിൻ്റെ വാല്യൂ θയാണ്. ബൈ r². റേഡിയസ് എത്രയായിരുന്നു ഇവിടെ? നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, 3 സെൻറ്റിമീറ്ററോ 30 സെൻറ്റിമീറ്റർ. അപ്പോൾ 0.3 മീറ്റർ ആണ്. അപ്പോൾ 30 × 10 0.3 മീറ്റർ, അല്ലെങ്കിൽ 3 × 10⁻⁻1. അപ്പോൾ 9 × 10⁻⁻2. ഇത് θ ക്യാൻസലായി. ടെൻഷൻ്റെ വാല്യൂ 3 ന്യൂട്ടൺ എന്ന് കിട്ടുകയും ചെയ്യും. ശരിയല്ലേ? യെസ്. അപ്പോൾ അതാണ് ഇവിടുത്തെ. ഇത് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെല്ലാം ചെയ്തിട്ടുണ്ടാകും. ഇവിടുത്തെ ഇൻറ്റിജർ 3 ആണ്. പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ ഇത് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ എല്ലാവരും ചെയ്യിക്കുക, എല്ലാവരും നോട്ട് എവരി വൺ കപ്പ് ഓഫ് ടീ, നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് വെച്ചാൽ എന്താണ്, തീർച്ചയായിട്ടും ഇത് നമുക്ക് കുറച്ച് ഇത് പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ചെയ്യാനൊക്കെയുള്ളൂ. പക്ഷേ പ്രിപ്പയർ ചെയ്തവർക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന ഒരു സിറ്റുവേഷനാണ്. എനിവേ ആൻസർ ഈസ് 3. ഓക്കെ. Question number 53. Two coils have mutual inductance 0.002 Henry. Induction എന്നാണ്. The current changes in the first coil according to I equal I0 sin omega t, where I0 equal 5 ampere and omega equal 50 pi radian per second. The maximum value of EMF in the second coil is pi by alpha. What is the value of alpha എന്നുള്ളതാണ് question. വളരെ ഡയറക്റ്റ് അല്ലേ? Induced EMF equal minus m into induced EMF in the second coil due to mutual inductance equal minus m into the rate of change of current in the first coil. അറിയാലോ? യെസ്. അല്ലെ, മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി രണ്ടാമത്തെ കോയിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ഫസ്റ്റ് കോയിലിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഇൻറ്റു എം എന്നാണ് എഴുതുന്നത്. നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത് ലെൻസസ് ലോ വെച്ചാണ്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഐ എത്രയാണ്? I0 സൈൻ ഒമേഗ ടി. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും നോക്കൂ. ഇറ്റ് ഈസ് മൈനസ് എം I0 ഒമേഗ കോസ് ഒമേഗ ടി. ശരിയല്ലേ? യെസ്. ഇതാണ് ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ ക്ലിയർ അല്ലേ? ഇതല്ലേ ഇൻഡ്യൂസ്ഡ് EMFന്റെ മാക്സിമം വാല്യൂ. അപ്പോൾ നമുക്കിതിന് ε2 ഈക്വൽ ടു ε0 കോസ് ഒമേഗ ടി എന്ന് എഴുതിയാൽ ε0 ആയിട്ട് വന്ന MI0 ഒമേഗയാണ് ദ പീക്ക് വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. MI0 ഒമേഗ. എം എത്രയാണ്? 0.002. I0 എന്ന് പറഞ്ഞാൽ പീക്ക് കറണ്ട്, ദാറ്റ് ഈസ് 5 ആംപിയർ. ആ ഒമേഗ 50 പൈ ആണ്. ശരിയല്ലേ? ഇതെത്ര വരും? പൈ ബൈ ആൽഫ എന്നാണ് അല്ലേ? പൈ ബൈ ആൽഫ. പൈ ബൈ 2 അല്ലേ ഇത് വരിക? യെസ്, പൈ ബൈ 2 എന്നാണ് വരിക.
വരും. ശരിയല്ലേ? യെസ്. ഇവിടുത്തെ ഇൻറ്റിജർ 2 ആണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത വളരെ ഈസി ഫ്രം ദ റേ ഓപ്റ്റിക്സ് ചാപ്റ്റർ. നോക്കൂ. Two immiscible liquids of refractive index 8/5 and 3/2 respectively are put in a beaker as shown in the figure. The height of each column is 6 cm. A coin is placed at the bottom of the beaker. For near normal vision, the apparent depth of coin is alpha by 4 cm. You have to find the value of that alpha. Okay. ഇത് അപ്പാരന്റ് ഡെപ്ത് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ അല്ലേ? നോക്കൂ, രണ്ട് ലിക്വിഡുകളുണ്ട്, തിക്നെസ് 6 വെച്ചിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു കോയിൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുകയാണ്. ഒരു ഒബ്സർവർ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഡ്യൂ ടു റിഫ്രാക്ഷൻ ഈ കോയിനെ അല്ല, ആ കോയിനിൻ്റെ ഇമേജിന് ഇവിടെ ആയിട്ടായിരിക്കും അയാൾ കാണുക. അല്ല, ഇതാണ് കോയിനിൻ്റെ ഇമേജ് എങ്കിൽ അതിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് അപ്പാരന്റ് ഡെപ്ത് എന്ന് അറിയപ്പെടുന്നത്. അല്ല, ഇതല്ലേ അപ്പാരന്റ് ഡെപ്ത് അല്ലേ? അതായത് നമുക്കറിയാം ഈ കോയിനിൽ നിന്നുള്ള ലൈറ്റ് 2 തവണ റിഫ്രാക്ട് ചെയ്തിട്ടാണ് ഇയാളുടെ കണ്ണിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കോയിനിൻ്റെ ഇമേജ് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കാണും. അപ്പോൾ ലാസ്റ്റ് റിഫ്രാക്ഷൻ നടന്ന ഈ സർഫസിൽ നിന്ന് ഈ കോയിനിൻ്റെ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് അപ്പാരന്റ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് ഡയറക്റ്റ് ഫോമിൽ ഉണ്ടല്ലോ, എന്താണ് അപ്പാരന്റ് ഡിസ്റ്റൻസിൻ്റെ? സിഗ്മ ഓഫ് ഡി ബൈ മ്യൂ. അത്രേ ഉള്ളൂ, വളരെ ഡയറക്റ്റ് ആണ് അപ്പാരന്റ് ഡിസ്റ്റൻസ്. ഡി ബൈ മ്യൂവിൻ്റെ സമ്മ് സിഗ്മ ഓഫ് ഡി ബൈ മ്യൂ. അപ്പോൾ ഡി ബൈ മ്യൂ, അപ്പോൾ 2 ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് d1 ബൈ മ്യൂ 1 പ്ലസ് d2 ബൈ മ്യൂ 2 അല്ലേ? യെസ്. d1 എത്രയാണ്? 6. ഇത് മ്യൂ 1 എത്രയാണ്? 8 ഡിവൈഡഡ് ബൈ 5 പ്ലസ് d2 എത്രയാണ്? 6. മ്യൂ 2 എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ 2 അല്ലേ? ഈ രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് മുകളിൽ പോകുമ്പോൾ 30/8 പ്ലസ് 12/3. 12/3 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 30/8 പ്ലസ് 4 അല്ലേ? അപ്പോൾ 62/8, 31/4. ദാറ്റ് സെൻസ്. ഇവിടുത്തെ ഇൻഡിജർ 31 ആണേ. ശരിയല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ, വിത്ത് നോ ടൈം യു ക്യാൻ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഫാക്ടറും ഇല്ല. ശരിയല്ലേ? നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 55. അത് വളരെ ഈസിയാണ്. നോക്കൂ. ഇൻ എ ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്, എ ഹൈ മാസ് ന്യൂക്ലിയർ A = 236 with binding energy 7.6 MeV per nucleon, dissociated into middle mass nuclei, it is 118, having binding energy 8.6 MeV per nucleon. The energy released. എനർജി റിലീസ് എന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ ബൈൻഡിങ് എനർജിയാണ്, അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ എനർജിയാണ്. എങ്ങനെ വേണം എടുക്കാം? Q ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഇവിടെ ഒരു ന്യൂക്ലിയൈ എക്സ് വിത്ത് ആറ്റമിക് നമ്പർ 236 സ്പ്ലിറ്റ് ഇൻറ്റു 2. സ്പ്ലിറ്റ് ഇൻറ്റു 2 എന്ന് പറയുമ്പം 2 ഈക്വൽ ആണ്. അപ്പോൾ ഇറ്റ് ഈസ് 2 times y 118, പിന്നെ കുറേ എമൗണ്ട് ഓഫ് എനർജിയും റിലീസ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്ലിയർ ആണ്, ഇത് Q ആണ്. Qൻ്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് ദ ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്ട്സ് മൈനസ് റിയാക്ടൻസ് ആണ്. ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്ട്സ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടൻസ് അല്ലേ? യെസ്. അപ്പോൾ ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് Y ആണ്. നമുക്കറിയാം ഒരു ന്യൂക്ലിയോണിന് 8.6 ഉണ്ട്. അങ്ങനെ 118 ന്യൂക്ലിയോൺസിന് വരുന്നത് 118 × 8.6. അങ്ങനെയുള്ള 2 ന്യൂക്ലിയസ് ഉണ്ട്. ഇതാണ് ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്ട്സ്. നോക്കൂ, പ്രോഡക്റ്റ് Y 118 ആണ്. അപ്പോൾ ഒരു ന്യൂക്ലിയോണിന് 8.6 MeV ഉണ്ട്. ഇതിൽ മൊത്തമുള്ള നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് 118 ആണ്. അപ്പോൾ മൊത്തം ന്യൂക്ലിയോൺസിൻ്റെ ടോട്ടൽ എനർജി 118 × 8.6 ആണ് ബൈൻഡിങ് എനർജി. അങ്ങനെയുള്ള 2 Y ഉള്ളതുകൊണ്ടാണ് 2 മൈനസ് റിയാക്റ്റൻ്റ് ആകുമ്പോൾ ഒരെണ്ണേ ഉള്ളൂ, 236 ആണ് അതിൻ്റെ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. അതിൽ ഒരെണ്ണത്തിന് 7.6 ഉണ്ട്. ഇത് സോൾവ് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇത് ജസ്റ്റ് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ 236 എന്നാണ് കിട്ടുന്നത്. നിങ്ങൾ ചെയ്തോളൂ, അറിയാമല്ലോ. ഇതും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 236 is the answer for this question. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 56 റൊട്ടേഷൻ എന്നാണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ. 4 particles each of mass 1 kilogram are placed at 4 corners of a square of side 2 meter. Moment of inertia of the system moved an axis perpendicular to its plane and passing through one of its vertex. നോക്കൂ, വെർട്ടെക്സ് നമുക്ക് ഈ കേസിൽ 4 മാസുകളുണ്ട്. ഇത് ഫസ്റ്റ് മാസ് 1 kg, ഇത് 1 kg, ഇത് 1 kg, ഇത് 1 kg. ഇതൊരു സ്ക്വയർ ആണ് വിത്ത് 2 meter സൈഡ്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇങ്ങനെയാണ്, പാസിംഗ് ത്രൂ 1 corner ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ? പാർട്ടിക്കിൾസ് അല്ലേ, സിഗ്മ mr² എടുത്താൽ മതി.
ഓരോ പാർട്ടിക്കിളിൻ്റെയാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ച് ആഡ് ചെയ്യും. ഓരോ പാർട്ടിക്കിളായിട്ട് എടുക്കും. നോക്കൂ, ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് പാർട്ടിക്കിൾ M1 എന്ന് വിചാരിക്കും, ഇതാണ് M2 എന്ന് വിചാരിക്കും, ഇതാണ് M3 എന്ന് വിചാരിക്കും, ഇതാണ് M4 എന്ന് വിചാരിക്കും. അപ്പം ഓരോ പാർട്ടിക്കിളിനെയും mr² എടുക്കുക. M മാസ്സാണ്, R എന്താണ്, ആക്സിസിലേക്ക് ആ പാർട്ടിക്കിളിൽ നിന്നുള്ള ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇപ്പം ക്ലിയർ ആണെങ്കിൽ ഇവിടെ കാണാം, ഈ M1 1 കിലോഗ്രാം ആക്സിസിലേക്കുള്ള, ഇതാണ് ആക്സിസ് അല്ലേ, ഇവിടെയല്ലേ ആക്സിസ്, ആണ് ഇവിടുത്തെ ആക്സിസ്. അപ്പോൾ M1 നിന്ന് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. അപ്പോൾ mr² എടുക്കുമ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് 1 × 2², ദാറ്റ് ഈസ് 4 പ്ലസ് M2 എടുക്കുമ്പോൾ വീണ്ടും മാസ് 1 കിലോഗ്രാം ആണ്, ഡിസ്റ്റൻസ് ഇത്രയും വരും, അത് 2√2 ആണ്, 2√2² 8 പ്ലസ് M3 1 ആണ്, ഡിസ്റ്റൻസ് വീണ്ടും 2 മീറ്റർ, 1 × 4 പ്ലസ് M4 1 ആണ്, പക്ഷെ അത് ആക്സിസിലൂടെ ആയതുകൊണ്ട് ഡിസ്റ്റൻസ് 0. ശരിയല്ലേ? യെസ്. 4 + 8 12, 12 + 4 16 ആണ് ഇതിൻ്റെ ആൻസർ. ശരിയല്ലേ? വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ 16 നമുക്ക്. ഇതൊക്കെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ. ഇതിനേക്കാൾ ഈസി ക്വസ്റ്റ്യൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യയിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ നമ്പർ 57 നോക്കൂ. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് SHM with an amplitude of 4 cm. At the mean position, velocity of the particle is 10 cm/s. The distance of the particle from the mean position when the speed is 5 m/s is √α. You have to find the value of alpha. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഒരു പാർട്ടിക്കിൾ എന്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു? SHM എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതാണ് SHMന്റെ മീൻ പൊസിഷൻ, ഇതതിൻ്റെ പോസിറ്റീവ് എക്സ്ട്രീം, ഇതതിൻ്റെ നെഗറ്റീവ് എക്സ്ട്രീം. ശരിയല്ലേ? ഇനി ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 4 cm. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 4 cm ആണ്. മീൻ എക്സ്ട്രീമാണ് ഡിസ്റ്റൻസ്. അറ്റ് ദ മീൻ പൊസിഷൻ വെലോസിറ്റി ഈസ് 10. നമുക്ക് എല്ലാവർക്കും അറിയാം, മീൻ പൊസിഷനിലെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ മാക്സിമം വെലോസിറ്റി ആണ്, അത് ω × A ആണ്, അത് 10 cm/s ആണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ SHM എടുക്കുമ്പോൾ മീൻ പൊസിഷനിലെ വെലോസിറ്റി 10 cm/s ആണ്, അത് മാക്സിമം വെലോസിറ്റി ആണ്, അപ്പോൾ അത് ω ആണ്. The distance of the particle from the mean position when the speed is 5 cm/s. ഇനി നമ്മൾ വേറൊരു പോയിന്റ് ഇവിടെ എടുക്കുകയാണ്. ഈ പോയിന്റിലേക്ക് മീൻ പൊസിഷൻ എന്നുള്ള ഈ ഡിസ്റ്റൻസ് y എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. കാരണം ഇവിടെ എത്തിച്ചേരുമ്പോൾ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എത്രയാണ്? 5 cm/s ആണ്. നമുക്കറിയാമല്ലോ, മീൻ പൊസിഷനാണ് ഒറിജിനായിട്ട് എടുക്കുന്നത്. അവിടുന്ന് ഈ പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസ് y ആണെങ്കിൽ അവിടുത്തെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് ω × √A² - y². അപ്പോൾ V5 തന്നിട്ടുണ്ട്, ω അറിയില്ല, വേണമെങ്കിൽ കണ്ടുപിടിക്കാം. പിന്നെ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, y എത്രയെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. നോക്കൂ, ഇവിടെ ω A 10 എന്നറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് A പുറത്തേക്ക് എടുത്താൽ ω A √1 - y²/A² എന്ന് വരും. ശരിയല്ലേ? യെസ്. അപ്പോൾ V എത്ര വരും? 5. ω A എന്ന് പറയുന്ന 10, √1 - y²/A² അല്ലേ? യെസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ. അപ്പോൾ നോക്കൂ, 1/2 = √1 - y²/A². അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 1/4 വരും. അപ്പം y²/A² എത്ര വരും? 3/4 എന്ന് വരും അല്ലേ? യെസ്. അപ്പോൾ y² = 3/4 × A² എന്ന് വരും. അപ്പോൾ y ഇതിൻ്റെ റൂട്ട് വരും അല്ലേ? അപ്പോൾ A എന്ന് പറയുന്ന 4 ആണ്. അപ്പോൾ 4² 4 × 4 × 3 12. അപ്പം അത് 12 വരും. y എത്ര വരും? √12 വരും. വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ, ഒന്നുമില്ല, നേരിട്ട് ഇക്വേഷൻ എഴുതി ചെയ്യുന്ന സാധാരണ ക്വസ്റ്റ്യൻ. ശരിയല്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 58 ഫ്രം ദ ചാപ്റ്റർ മൂവിംഗ് ചാർജസ്. നോക്കൂ. 2 long straight wires carry equal currents in opposite directions as shown in the figure. The separation between the wires is 5 cm. The magnitude of the magnetic field at a point P midway between the wire is -μTesla. വളരെ സിമ്പിൾ ആയൊരു ക്വസ്റ്റ്യൻ. നോക്കൂ, 2 ലോങ് സ്ട്രെയിറ്റ് വയേഴ്സ് ഇങ്ങനെയുണ്ട്, ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയേഴ്സ് ഇങ്ങനെയുണ്ട്. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ 5 cm ആണ്. രണ്ടിലും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. ദറ്റ് ഈസ് I1 = 10 ആംപിയർ. ഇതിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, സെയിം വാല്യൂ തന്നെ 10 ആംപിയർ. ഇനി ഇവിടെ മിഡ് പോയിന്റ് എടുക്കുകയാണ്, ഇവിടുത്തെ മിഡ് പോയിന്റ് എടുക്കുകയാണ്. ഈ മിഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 2.5 cm ആണ്. കാരണം ടോട്ടൽ സെപ്പറേഷൻ 5 ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസും 2.5 ആണ്, ഈ ഡിസ്റ്റൻസും 2.5 ആണ്. ഈ ഡിസ്റ്റൻസ് ഞാൻ R1 എടുക്കുന്നു, ദറ്റ് ഈസ് 2.5 cm. ഈ ഡിസ്റ്റൻസ് ഞാൻ R2 എടുക്കുന്നു, അതും 2.5 cm.
ക്വസ്റ്റ്യൻ ഈ പോയിന്റിലെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എത്രയെന്നാണ്. ശരിയല്ലേ? യെസ്. എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആണ്. ആദ്യം I1 കറണ്ട് വഴി ഇവരുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ഡയറക്ഷനും കണ്ടുപിടിക്കുന്നു. അത് I2 റിപ്പീറ്റ് ചെയ്യുന്നു. എന്നിട്ട് വെക്ടർ സം എടുക്കുന്നു. നമുക്കറിയാം ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് കണ്ടക്ടർ ആണ്. അതിന്റെ സെൻട്രൽ റീജിയൻ മിഡിൽ റീജിയൻ അടുത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് μ0I/2πr ആണ്. പിന്നെ ഡയറക്ഷൻ നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് കണ്ടുപിടിക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ B1 എടുക്കുമ്പോൾ μ0I/2πr1 അല്ലേ? യെസ്. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് μ0I1/2πr. നോക്ക് ഇവിടെ I1ഉം I2ഉം വാല്യൂ ഈക്വൽ ആണ്, R1ഉം R2ഉം വാല്യൂ ഈക്വൽ ആണ്. അപ്പം ഞാൻ അതിന്റെ ഡയറക്ഷൻ എടുക്കുമ്പോൾ നോക്കാം, റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഇൻ ടു ദ പ്ലെയിൻ ആണത്, അകത്തേക്കാണ്. കണ്ടില്ലേ? ഈ രീതിയിൽ റൈറ്റ് ഹാൻഡിൽ ഇത് ഗ്രിപ്പ് ചെയ്ത് പിടിക്കുന്നു, കറണ്ട് മുകളിലോട്ട് ആയതുകൊണ്ട് തമ്പ് മുകളിലോട്ട് വെക്കുന്നു. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ലൈൻസ് ചുറ്റി വരിക, സർക്കുലേറ്റ് ചെയ്യുക. അപ്പം അത് കണ്ടോ, മാഗ്നറ്റിക് ലൈൻസ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ലൈൻസ് ബോർഡിനകത്തേക്കാണ്, ഇൻ ടു ദ പ്ലെയിൻ. സിമിലർലി B2വിന്റെ വാല്യൂ സെയിം ആണ്, μ0I2/2πr2. നമുക്ക് B1ഉം B2ഉം വാല്യൂ വൈസ് ഈക്വലാണ്. എന്തുകൊണ്ട്? B1ഉം B2ഉം വാല്യൂ വൈസ് ഈക്വലാണ്, കാരണം Iയും Rഉം രണ്ട് കേസിൽ സെയിം. ഡയറക്ഷൻ എടുക്കുമ്പോൾ കണ്ടോ ഇങ്ങനെയാണ്. കാരണം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അനുസരിച്ച് ഞാൻ റൈറ്റ് ഹാൻഡിൽ ഈ വയർ ഗ്രിപ്പ് ചെയ്തു, അതിനുശേഷം തമ്പ് താഴേക്ക് വെച്ചപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെയും ഇൻ ടു ദ പ്ലെയിൻ ആണ്. അപ്പോൾ രണ്ട് ഇൻ ടു ദ പ്ലെയിൻ ആയതുകൊണ്ട് നെറ്റ് ഫീൽഡ് ഇതിന്റെ സം ആയിരിക്കും. B1 plus B2. Substitute ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 2 times 4π into 10 raised to -7 into 10 divided by 2πr അല്ലേ? 2π into r എത്രയാണ്? 2.5 into 10 raised to -2. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 160 മൈക്രോ തെസ്ലാണ്. The answer for this question is 160. ശരിയല്ലേ? വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് ഇത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഏറ്റവും ചെറിയ ക്വസ്റ്റ്യൻ ആണ്. Now the 59th question from current electricity ആണ്. The charge accumulated on the capacitor connected in the following circuit is dash microcoulomb, C equal to 150. ആ കപ്പാസിറ്ററിലെ ചാർജ് എത്രയെന്ന് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നു. വളരെ ഈസിയാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇത് സ്റ്റഡി സ്റ്റേറ്റ് ആണ്. സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ എന്താ സംഭവം? സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇവിടെ നോക്കൂ, ഇത് ഒന്നാമത്തെ റെസിസ്റ്റൻസ് R1 equal to 1 ohm, ഇത് രണ്ടാമത്തെ റെസിസ്റ്റൻസ് 6 ohm R3, ഇത് അടുത്ത റെസിസ്റ്റൻസ് അത് R2 2 ohm, ഇത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് R4 equal to 4 ohm, ഇത് 1 ohm, ഇത് 6 ohm, ഇത് 4 ohm, ഇത് 2 ohm. പിന്നെ ഇത് ഇങ്ങനെ ഒരു കപ്പാസിറ്റർ എക്കും ബിക്കും ഇടയ്ക്കും, പിന്നെ ഒരു 10 വോൾട്ട് ബാറ്ററി. ഇതാണ് നമ്മുടെ സർക്യൂട്ട്. നമുക്കറിയാമല്ലോ, ഈ സർക്യൂട്ട് സ്റ്റഡി ആയാൽ കപ്പാസിറ്റർ ഫുള്ളി ചാർജ്ഡ് ആയാൽ പിന്നെ ഇതുവഴി കറണ്ട് ഫ്ലോ ഇല്ല. പിന്നെ എങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക? നോക്കൂ, ഈ 10 വോൾട്ട് സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കറണ്ടായി ഇങ്ങനെ വന്നിട്ട് നേരെ ഇവിടെ എത്തിയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് I1 കറണ്ട് ഇങ്ങനെ വന്ന് 1 ohm വഴി 2 ohm വഴി ഇവിടെ എത്തുമ്പോൾ I2 കറണ്ട് ഇങ്ങനെ വന്ന് 6 ohm വഴി ബിയിലൂടെ 4 ohm വഴി ഇവിടെ എത്തിയിട്ട് അത് I ആയിട്ട് തിരിച്ചു. കപ്പാസിറ്ററിലൂടെ കറണ്ട് കയറാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഐഡിയ. ശരിയല്ലേ? യെസ്. എങ്കിൽ ഈസി ആയിട്ട് I1ഉം I2 ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നോക്കും. I1ഉം I2 ഒക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നോക്കും. നോക്കാം I1 എത്ര വരും? I1 എടുക്കുമ്പോൾ നോക്കൂ, ഈ ലൂപ്പ് എടുത്തേ. അപ്പോൾ ആ ലൂപ്പിൽ 1ഉം 2ഉം കൂടെ കണ്ടോ, ഈ 1ഉം 2ഉം സീരീസ് ആണ്, കാരണം രണ്ടിലും ഒരേ കറണ്ടാണ് I1. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് 10/3 വരും അല്ലേ? യെസ്. ഈ 1ഉം 2ഉം കൂടെ 3 വരും, അപ്പോൾ 10/3 ആംപിയർ വരും. I2 എത്ര വരും? കണ്ടോ, ഈ 6ഉം 4ഉം കൂടെ സീരീസിലാണ്, കാരണം രണ്ടിലും കറണ്ട് I2 സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ I2 എടുക്കുമ്പോൾ 10/6 + 4 10, that is 10/10, 1 ആംപിയർ വരും. ശരിയല്ലേ? ഓക്കെ. ഇനി നോക്കൂ, നമുക്ക് ഈ കപ്പാസിറ്ററിലെ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ കപ്പാസിറ്റൻസിന്റെ വാല്യൂവിനെ എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതല്ലേ മെത്തേഡ്. കപ്പാസിറ്ററിലെ ചാർജ് എടുക്കുമ്പോൾ C ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി അല്ലേ? ഓക്കെ. എയിലെയും ബിയിലെയും പൊട്ടൻഷ്യൽ അറിയാമെങ്കിൽ ഓക്കെ, വളരെ സിമ്പിളാണ്. നോക്കും, ഞാൻ ഈ സെല്ലിൻ്റെ ഇവിടെ 0 വോൾട്ട് എന്നും, നോക്കൂ, ഈ സെല്ലിൻ്റെ ഇവിടെ 0 വോൾട്ട് എന്നും ഇവിടെ 10 വോൾട്ട് എന്നും ഞാൻ എടുക്കുന്നു. ഇവിടെ 10 വോൾട്ട് അല്ലേ?
ഇനി നോക്കൂ, I1 10/3 ആണ്. അപ്പോൾ ഈ 1 ഓമിൽ വരുന്ന ഡ്രോപ്പ് 10/3 കണ്ടോ, ഈ 1 ഓമിൽ 10/3 വോൾട്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ 10ൽ നിന്ന് 10/3 കഴിച്ച് ബാക്കിയുള്ളത് എയിൽ വരും. അങ്ങനെയാണെങ്കിൽ എയിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? 10 മൈനസ് 10/3 അല്ലേ? യെസ്. അപ്പോൾ 20/3 വോൾട്ട്. അതാണ് എയിലെ പൊട്ടൻഷ്യൽ. ഇനി അപ്പോൾ എയിലെ പൊട്ടൻഷ്യൽ കിട്ടി. ഇനി ഈ വഴിയെ നോക്കുകയാണെങ്കിൽ ഇവിടെ 10 ആണ്, ഈ I2 എന്ന് പറയുന്ന 1 ആമ്പയർ. അപ്പോൾ ഇവിടെ ഈ 6 ഓമിൽ 6 വോൾട്ട് വരും. എങ്കിൽ ബിയിൽ എത്ര വരും? 10ൽ നിന്ന് 6 കഴിച്ച് ബാക്കി 4 വരും. അപ്പോൾ VB ഈക്വൽ ടു 10 മൈനസ് 6 ഈക്വൽ എത്ര വരും? 4 വോൾട്ട് വരും. എങ്കിൽ എന്താണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഇറ്റ് ഈസ് VAB ഈക്വൽ ടു 20/3 മൈനസ് 4 വരും അല്ലേ? യെസ്. ഇറ്റ് ഈസ് 8/3 വോൾട്ട് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. C 150 ആണ്, VAB 8/3 ആണ്. അപ്പോൾ എത്ര വരും? 400 മൈക്രോ കൂളംബ് അല്ലേ? മനസ്സിലായോ? Is the integer for this question. ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ വലിയ ചലഞ്ചിങ് എന്നല്ലെങ്കിലും കുറച്ചൊക്കെ സർക്യൂട്ട് സൊല്യൂഷനെ കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഓക്കെ. ഇറ്റ്സ് 400. ക്ലിയർ? ഓക്കെ. Now the last question, 60. If average depth of an ocean is 4000 meter and the bulk modulus of water is 2 × 10⁻⁹ Newton per meter square, then fractional compression delta V by V of water, delta V change in volume, V original volume at the bottom of ocean is alpha × 10⁻². You have to find the value of that alpha. അത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഓഷൻ നമ്മൾ എടുത്തിരിക്കുന്നു. ഇതാണ് ഓഷൻ. ഈ ഓഷൻ്റെ ഡെപ്ത്, അതായത് ഈ പോയിന്റ് എടുക്കുന്നു. ഈ ഒരു ഡെപ്ത് അത് H എന്ന് പറയുന്നത് 4000 മീറ്റർ ആണ് അല്ലേ? ഇനി വാട്ടറിന്റെ ബൾക്ക് മോഡുലസ് തന്നിട്ടുണ്ട്. ഫ്രാക്ഷണൽ കംപ്രഷൻ ഡെൽറ്റ V by V. നമുക്ക് എല്ലാവർക്കും അറിയാം ബൾക്ക് മോഡുലസിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇങ്ങനെയാണ്: വോളിയം സ്ട്രെസ് ഡെൽറ്റ P ബൈ ഡെൽറ്റ V ഇൻറ്റു V അല്ലേ? വിത്ത് നെഗറ്റീവ് സൈൻ ഓൾസോ ഇസ് ദർ. ഓക്കെ, ഞാൻ വാല്യൂ മാത്രം എഴുതി തന്നേ ഉള്ളൂ. അപ്പോൾ B ഈക്വൽ ഡെൽറ്റ P ബൈ ഡെൽറ്റ V ഇൻറ്റു V ആണ്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡെൽറ്റ V ബൈ V ആണ്. അപ്പോൾ അത് ഡെൽറ്റ P ബൈ ബൾക്ക് മോഡുലസ് അല്ലേ? ഡെൽറ്റ P എത്രയാണ് നമുക്കറിയാം. ഇവിടെ പ്രഷർ P0, ഇവിടെ പ്രഷർ P0 പ്ലസ് HρG അല്ലേ? അപ്പോൾ ഡെൽറ്റ P എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യണം. P0 അറ്റ്മോസ്ഫറിക് പ്രഷർ ക്യാൻസലായി HρG എന്ന് വരും. അപ്പോൾ അത് HρG ബൈ ബൾക്ക് മോഡുലസ് എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. H 4000, ρ 1000, G 10, ബൾക്ക് മോഡുലസ് എത്രയാണ്? 2 × 10⁻⁹ അല്ലേ? അപ്പോൾ ചെയ്യുമ്പോൾ എത്ര വരും? 2 × 10⁻⁻² വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇൻറ്റിജർ 2 ആണ്. 2 ഈസ് ദ ഇൻറ്റിജർ ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസ് ഈസിയാണ്. നമുക്കങ്ങനെ 1-2 ക്വസ്റ്റ്യൻ മാത്രമേ ഇൻറ്റിജറിനകത്ത് കുറച്ച് ചെയ്തെടുക്കാൻ, ആ ഒരു റിങ്ങിലുണ്ടാകുന്ന ടെൻഷൻ കണ്ടുപിടിക്കുന്ന ആ ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള 1-2 ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അത്യാവശ്യം ചെയ്തെടുക്കാനുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ചിലതൊക്കെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു. വളരെ ഈസി ആയൊരു പേപ്പറായിരുന്നു ഇത്. പിന്നെ അതുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കോൺസെപ്റ്റും പിന്നെ അത് ചെയ്യുന്ന രീതികളൊക്കെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.